السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فأعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്താൽ ഈ വർഷത്തെ വിശുദ്ധ റമദാൻ അതിൻ്റെ അവസാന സമയത്ത് നാം എത്തി നിൽക്കുകയാണ്. ഇനി നാളെ ചൊവ്വാഴ്ച സൂര്യൻ അസ്തമിച്ച് 40-41 മിനിറ്റുകൾ ഉണ്ട്. മാസം കാണാനുള്ള സാധ്യത ഉണ്ട്. നാളെ അവസാനത്തെ നോമ്പാകാം ഈ വർഷത്തെ. എന്ന് പറഞ്ഞാൽ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ നോമ്പ് വരികയാണ്. ഏകദേശം ഒരു മാസം മുമ്പൊക്കെ നമ്മൾ ചിന്തിച്ച ചിന്തകൾ ആലോചിച്ച് നോക്കും. നോമ്പ് വരികയാണ്, ഇനിയിപ്പോൾ ഒരു മാസമുണ്ട്. മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് പ്രാവശ്യത്തെ നോമ്പ്. നല്ല ചൂടായിരിക്കും. അങ്ങനെ കഴിഞ്ഞ ഒരാഴ്ചയും കൂടി കഴിഞ്ഞ് ഇനിയിപ്പോൾ 4 ആഴ്ചയുള്ളൂ, 3 ആഴ്ചയുള്ളൂ. അങ്ങനെ വന്ന് ഇതാ നോമ്പ് തുടങ്ങുകയാണ്. അങ്ങനെ അതിലേക്ക് അങ്ങ് കയറി. അങ്ങനെ കഴിഞ്ഞ് ഓരോ വെള്ളിയാഴ്ച കഴിഞ്ഞ് 1-ാമത്തെ വെള്ളി, 2, 3, 4 ഇത് കഴിഞ്ഞ് ഇപ്പോൾ ഏറ്റവും അവസാന സമയത്ത് ഇനി ഏതാനും മണിക്കൂറുകളെന്ന് പറയാം, അവിടെ എത്തി നിൽക്കുകയാണ്. ഈ സമയത്ത് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകേണ്ട ചില ചിന്തകൾ, ഇന്ന് അവസാനത്തെ ക്ലാസ്സുമാണ് നമ്മുടെ ഈ പള്ളിയിൽ. അപ്പോൾ ആ നിലക്ക് ഈ അവസാന സമയം നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകേണ്ട ചില ചിന്തകളാണ് ഇന്നത്തെ ഈ അവസാനത്തെ ക്ലാസ്സിൽ പങ്കുവെക്കാറുള്ളത്. അല്ലാഹു തആല നമ്മുടെ ഈ ഇരുത്തം, ഈ സംസാരം, ഇതിൻ്റെ സംഘാടനം ഇന്നത്തേത് മാത്രമല്ല, ഇവിടെ ഓരോ ദിവസവും നടന്ന ഇതുപോലെ നമ്മൾ പങ്കെടുത്ത ഇൽമിൻ്റെ മജ്‌ലിസുകൾ, അല്ലാഹു തആല നമ്മിൽ നിന്ന് അതെല്ലാം ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഒന്നാമതായി നമ്മുടെ മനസ്സിലൂടെ പോകേണ്ട ചിന്ത, അതിനിടയ്ക്ക് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ പുളിക്കൽ മദീനത്തുൽ ഉലൂം അറബി കോളേജിൻ്റെ ഹോസ്റ്റലിൻ്റെ നടത്തിപ്പിനുള്ള കലക്ഷൻ ഇന്നെടുക്കുന്നുണ്ട്. മദനിമാരാണ് ആ സ്ഥാപനത്തിൻ്റെ സന്തതികൾ. ആ സ്ഥാപനത്തെ അറിയുന്നവർക്കറിയാം. നമുക്ക് അതിൻ്റെ ഹോസ്റ്റൽ നടത്തിക്കൊണ്ടുപോകാൻ സ്ഥിര വരുമാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് റമദാനിലേക്ക് എടുക്കാറുള്ള കലക്ഷനിലൂടെയാണ് നടന്നു പോകുന്നത്. അപ്പം നമ്മൾ ഒരു പക്ഷേ അങ്ങനെ അത്തരം സ്ഥാപനങ്ങൾ പഠിക്കാനോ അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല, നമ്മുടെ മക്കൾക്കും കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മൾ നൽകുന്ന ഒരു സംഖ്യ കൊണ്ടൊരു കുട്ടി പഠിച്ച് പുറത്തിറങ്ങി മദനിയായി ദീനീ രംഗത്ത് ഉണ്ടാകുമ്പോൾ നമ്മളും കൂടി അറിയാതെ അതിൻ്റെ പ്രതിഫലം ഒരു സ്വതക്ക ജാരി എന്നുള്ളത് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ നിലക്ക് കഴിയുന്ന പോലെ എല്ലാവരും സംഭാവന ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ കൂടെ ഒന്നാമതായി ഇന്ന് ഈ അവസാനിക്കുന്ന ദിവസം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ചിന്ത, നമ്മുടെ കൂടെ കഴിഞ്ഞ വർഷം നോമ്പനുഷ്ഠിക്കാനുണ്ടായിരുന്ന എല്ലാ മനുഷ്യരും ഇന്ന് നമ്മുടെ കൂടെ നാം ഈ 28-ൽ എത്തി നിൽക്കുമ്പോൾ ഇല്ല എന്നത് ഒരു സത്യമാണ്. കഴിഞ്ഞ കൊല്ലം നോമ്പ് അവസാനിപ്പിച്ച് പെരുന്നാൾ ആഘോഷിച്ച, നമ്മുടെ കൂടെ പെരുന്നാൾ ആഘോഷിച്ച
പല മനുഷ്യരും ഈ റമദാൻ ആരംഭിച്ചപ്പോഴേക്ക് നമ്മുടെ കൂടെ ഇല്ല. ഈ ഒരു കൊല്ലത്തിനിടയിൽ എത്ര മയ്യത്ത് നിസ്കാരം നമ്മൾ നടത്തിയിട്ടുണ്ട്? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കും. കൃത്യമായ എണ്ണം കിട്ടിക്കോളന്നില്ല, എന്നാലും കുറേ മയ്യത്ത് നിസ്കാരം നമ്മൾ നടത്തി. ഇതിൻ്റെ ഇടയിൽ നമ്മൾ മരണപ്പെട്ടിരുന്നെങ്കിൽ നമ്മുടെയും മയ്യത്ത് നിസ്കാരത്തിൻ്റെ ഇടയിൽ നടക്കുകയാണ്. കുറേ ആളുകൾ മരണപ്പെട്ടു. അതിൽ പലരുടെയും മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തു, ചിലത് നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇനി ഈ കൊല്ലം തന്നെ റമദാൻ നമ്മുടെ കൂടെ തുടങ്ങിയ എല്ലാവരൊന്നും നമ്മൾ 28 നിൽക്കുമ്പോൾ ഇല്ല. സത്യല്ലേ? ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ നമ്മുടെ ടൗണിലെ പള്ളിയിൽ ഇതുപോലെ ളുഹറിന്റെ ക്ലാസ്സിന് വന്നപ്പോൾ അവിടുന്ന് പറഞ്ഞു, സ്ഥിരമായി നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഇന്നലെ തലേ ദിവസം നടന്ന അദ്ദേഹം ഇവിടെ നോമ്പറന്ന് തൻ്റെ ബൈക്കിന് പോകുമ്പോൾ മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ച് ആ ഉണ്ടായ അപകടത്തിൽ അദ്ദേഹം മരണപ്പെട്ടു എന്ന്. നോമ്പ് 20ഓ 21ഓ കണ്ടാണ്. നമ്മുടെ കൂടെ ഒന്ന് തുടങ്ങിയ ആളാണ്. നമ്മൾ 28 നിൽക്കുമ്പോൾ ഇദ്ദേഹത്തെ പോലെ പല മനുഷ്യരും നമ്മുടെ കൂടെ ഇല്ല. പ്രിയമുള്ളവരെ, നമ്മുടെ എന്ത് യോഗ്യത കൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തി നിൽക്കുന്നത്? നമ്മുടെ ബോഡി ഫിറ്റ്നസ്സോ, നമ്മുടെ ഇടക്കിടക്കുള്ള മെഡിക്കൽ ചെക്കപ്പോ, നമ്മുടെ എക്സസൈസോ, നമ്മുടെ ഡയറ്റോ, ഇതിനൊക്കെ അള്ളാന്റെ തൗഫീഖ് വേണ്ടേ? അള്ളാഹു ഈ അവസരം കൂടി നമുക്ക് തന്നു. ഇനി നമ്മൾ മറ്റൊന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ സജീവമായി നോമ്പനുഷ്ഠിക്കുവാനും തറാവീഹ് നമസ്കാരങ്ങൾക്കും സ്വദഖകൾക്കും മറ്റു തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചില മനുഷ്യരെങ്കിലും ചില അപകടങ്ങളിൽപ്പെട്ട് കിടപ്പിലാണ്. അതിൽ നല്ല 20, 25, 30 വയസ്സുള്ള കിടുകിടുത്ത ബാല്യത്തിലുള്ളവരുണ്ട്. അവർ ബൈക്കിന് പോകുമ്പോൾ ആക്സിഡന്റായി കിടപ്പിലാണ്. ചിലർ മരത്തുനിന്ന് വീണ് കിടപ്പിലാണ്. അങ്ങനെ ആ നിലയ്ക്ക് പല അപകടങ്ങൾ പറ്റി കിടപ്പിലാണ്. ചിലർ നട്ടെല്ലിന് ക്ഷതമേറ്റുകൊണ്ട് എണീക്കാൻ കഴിയാതെ പ്രാഥമിക കൃത്യങ്ങൾക്ക് വേണ്ടി പോലും മറ്റുള്ളവരുടെ സഹായം വേണ്ടി വരുന്ന, കിടക്കുന്നിടത്ത് ആ കാര്യം നിർവഹിച്ച് വീട്ടുകാർ അത് വൃത്തിയാക്കേണ്ടി വരുന്ന അവസ്ഥയിലുള്ളവരുണ്ട്. ബോധമില്ലാതെ കിടക്കുന്ന മനുഷ്യരുണ്ട്. വേറെ ചില മനുഷ്യർ സജീവമായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, കഴിഞ്ഞ റമദാനിലൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യൻ, സജീവമായി നോമ്പനുഷ്ഠിക്കാനും മറ്റു പ്രവർത്തനങ്ങൾക്കും ഉണ്ടായിരുന്ന പല മനുഷ്യരും അസുഖങ്ങൾ ബാധിച്ച്, ചില മാരക അസുഖങ്ങൾ, ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ബാധിച്ച് പ്രയാസത്തിലാണ്. ഇന്നലെ ഈ വെസ്റ്റ് ജില്ലയിലെ തന്നെ നമ്മുടെ ഒരു സഹോദരൻ വിളിച്ചു. അദ്ദേഹത്തിന്റെ സഹോദരന് ക്യാൻസറാണ്, അതിൻ്റെ 4th സ്റ്റേജിലാണ്, ഇനി പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിലാണ്. പക്ഷേ ഈ സഹോദരൻ ഈ വിവരമൊന്നും അറിയില്ല. പ്രാർത്ഥിക്കണം, വന്നൊന്ന് ആശ്വസിപ്പിക്കണം എന്ന് പറഞ്ഞു. അല്ലാഹുവേ ശിഫ നൽകണേ റഹ്മാനെ. കഴിഞ്ഞ നോമ്പിന് സജീവമായുള്ള മനുഷ്യരാണ്. അതേപോലെ പ്രിയമുള്ളവരെ, കിഡ്നി പേഷ്യൻസ് ഉണ്ട്. കഴിഞ്ഞ കൊല്ലൊന്നും ഒരു കുഴപ്പമില്ല. പിന്നീട് ഇങ്ങോട്ട് ചില ശരീരത്തിലെ ചില അസ്വാഭാവികമായ അവസ്ഥകൾ കണ്ട് പരിശോധിച്ച് നോക്കുമ്പോൾ കിഡ്നി പേഷ്യന്റ് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ദാഹം മാറുമാറ്, ദാഹത്തിന്റെ കണിക അവശേഷിക്കാത്ത അത്രയും വെള്ളം കുടിക്കാൻ നമുക്ക് സൗകര്യവും അതിനുള്ള ആരോഗ്യവും കാര്യങ്ങളും ഉള്ളപ്പോൾ ആ മനുഷ്യൻ അങ്ങനെ വെള്ളം കുടിക്കാൻ പറ്റില്ല, നോമ്പ് തോൽക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ കഴിയുന്നുണ്ടോ? ഡോക്ടർ നിർദ്ദേശിച്ചു കൊടുത്ത നിശ്ചിത അളവുണ്ട്, ആ അളവിന്റെ അപ്പുറം പോകരുത്. അല്ലാഹുവേ, പലരും പ്രയാസപ്പെടുന്ന നമ്മുടെ കുടുംബത്തിലെ ബന്ധത്തിലെ ആളുകൾ പലരുമുണ്ട്. അല്ലാഹുവേ ശിഫ നൽകണേ റഹ്മാനെ. ഞാൻ പറയുന്നത് പ്രിയമുള്ളവരെ, ഈ ഗണത്തിൽ നമ്മളാരും പെട്ടില്ല. എന്തേ നമ്മൾ പെടാതിരുന്നത്?
നമ്മുടെ എന്തെങ്കിലും ക്വാളിറ്റി കൊണ്ടാണോ? നമ്മുടെ എന്തെങ്കിലും യോഗ്യത കൊണ്ടാണോ? നമ്മൾ അള്ളാഹുവിലേക്ക് അത്രയും അടുത്തത് കൊണ്ടാണോ? ഈ മരിച്ച മനുഷ്യരുടെ കൂട്ടത്തിൽ, കോമാ സ്റ്റേജിൽ കിടക്കുന്ന പല മനുഷ്യരുടെയും കൂട്ടത്തിൽ നല്ല നല്ല മനുഷ്യന്മാരില്ലേ? അല്ലാഹു തആല നമുക്ക് അനുഗ്രഹിച്ച ഒരു അവസരം കൂടെ തന്നു. അതുകൊണ്ട് ഈ വിട പറഞ്ഞുകൊണ്ടിരിക്കുന്ന റമദാനിന്റെ ഈ അവസാന സമയത്ത് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്, ഓർമ്മയാകുമ്പോഴൊക്കെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് അള്ളാഹുവിന് സ്തുതി അർപ്പിക്കുക. ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടതാണ്. അല്ലാഹ് നോമ്പുൽക്കാൻ അവസരം തന്നല്ലോ, തറാവീഹ് നമസ്കാരങ്ങൾക്ക് അവസരം തന്നല്ലോ, കഴിയുന്ന പോലെ സ്വതക്ക ചെയ്യാൻ അവസരം തന്നല്ലോ, ഖുർആൻ പാരായണം ചെയ്യാൻ, അങ്ങനെ തുടങ്ങി പലതിനും അള്ളാഹു അവസരം തന്നല്ലോ. അൽഹംദുലില്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് പറയാം. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, പ്രിയമുള്ളവരെ, നമ്മുടെ അമലുകൾ അല്ലാഹു തആല സ്വീകരിക്കാൻ, അതിൻ്റെ ഖബൂലിയത്തിന് വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യണം. ഒരു നിമിഷം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ നോമ്പ് നോറ്റു, നിസ്കരിച്ചു, ഖുർആൻ ഓതി, സ്വതക്ക ചെയ്തു, ദിക്റുകൾ ചൊല്ലി, അങ്ങനെ ധന്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങൾ. ഇനിയും അവസാനിച്ചു കൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ നമ്മൾ ഇൻഷാ അല്ലാഹ് അങ്ങനെ തന്നെ ധന്യമാക്കാനിരിക്കുകയാണ്. ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ, അതെങ്ങാനും അള്ളാഹു സ്വീകരിക്കാതെ പോയാലോ? വെറുതെ അള്ളെങ്ങാനും കബൂലാക്കാതെ പോയാലോ? ഈ ഒരു ഭീതി നമ്മുടെ മനസ്സിലുണ്ടാവുകയും അതോടൊപ്പം കബൂലാക്കും എന്നൊരു പ്രതീക്ഷ മനസ്സിലുണ്ടാവുകയും കബൂലാക്കണേ അല്ലാ എന്ന പ്രാർത്ഥന നമ്മിൽ നിന്ന് ഉയരുകയും വേണം. രണ്ടാമത്തെ കാര്യം അതാണ്. നമ്മുടെ ഈ അമൽ അല്ലാഹ് സ്വീകരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹുവിനോട് ദുആ ചെയ്യണം. നമ്മൾ ചിന്തിക്കും, ഒരു പക്ഷേ നമ്മുടെ നോമ്പ് അല്ലാഹ്ക്ക് അറിയില്ലേ? നമ്മൾ നിസ്കരിക്കേണ്ടത് അല്ലാഹ്ക്ക് അറിയില്ലേ? നമ്മൾ സ്വതക്ക ചെയ്യേണ്ടത് അല്ലാഹ്ക്ക് അറിയില്ലേ? നമ്മൾ മറ്റു അമലുകൾ ചെയ്യുന്നുണ്ട് അല്ലാഹ്ക്ക് അറിയില്ല? അല്ലാഹ്ക്ക് അറിയും. പക്ഷെ നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യണം. അതിന് അല്ലാഹുവേ സ്വീകരിക്കണേ എന്ന് ആത്മാർത്ഥമായി നാം ദുആ ചെയ്യണം. നോക്കൂ, നമുക്കറിയില്ലേ, മഹാനായ ഖലീലുല്ലാഹി ഇമാമുൻ നാസ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹവും മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമും ആ കഅബ പടുത്തുയർത്തിയ സന്ദർഭം അവർ ദുആ ചെയ്യാൻ, റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ നീ കബൂലാക്കണേ, നീ സ്വീകരിക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമും ദുആ ചെയ്യാൻ. എന്തിനാണ് ആ പ്രാർത്ഥന? ഏത് രംഗത്താണ് ആ പ്രാർത്ഥന? അള്ളാഹിനെ ആരാധിക്കാനുള്ള ആ കഅബ പടുത്തുയർത്തിയ സന്ദർഭം. അള്ളാഹ്ക്കറിയില്ലേ? ഇപ്പൊ അത് അള്ളാഹ്ക്കറിയില്ലേ? അത് അറിയും. പക്ഷേ അവരെ ഭാഗം അവർ ക്ലിയർ ചെയ്യും. ഇതുപോലെ അവസാനിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കാൻ, നമ്മുടെ നോമ്പുകൾ അല്ലാഹു സ്വീകരിക്കാൻ, നമ്മൾ ഉറക്കൊഴിച്ചോതുന്ന ഖുർആൻ പാരായണം, നടത്തുന്ന ഖുർആൻ പാരായണമുണ്ടല്ലോ, അത് അല്ലാഹു സ്വീകരിക്കാൻ, നമ്മുടെ സ്വതക്കകൾ അല്ലാഹു സ്വീകരിക്കാൻ, എല്ലാ അമലുകളും അല്ലാഹു സ്വീകരിക്കാൻ അല്ലാഹുവോട് ആത്മാർത്ഥമായി നാം ദുആ ചെയ്യണം. രണ്ട് കാര്യം ഉണ്ടാവണം. അല്ലാഹ് സ്വീകരിക്കൂലേ എന്നുള്ളൊരു പേടി, സ്വീകരിക്കും എന്ന പ്രതീക്ഷ, രണ്ടും കൂടെ ആ ഒരു മിക്സ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മിൽ ഉണ്ടാകേണ്ടത്. ഇനി മൂന്നാമത്തൊരു കാര്യം, നമ്മുടെ നോമ്പിൻ്റെ ലക്ഷ്യങ്ങൾ നേടാൻ സാധിച്ചോ എന്ന ഒരു ആലോചന. നമ്മുടെ നോമ്പിനെ കുറിച്ച് ഒരു സ്വന്തമായ വിശകലനം, നമ്മുടെ നോമ്പിനെ കുറിച്ച്, നമ്മുടെ നമസ്കാരത്തെക്കുറിച്ച്, നമ്മുടെ അമലുകളെ കുറിച്ച് നമ്മൾ തന്നെ വിശകലനം നടത്തുക. നമുക്ക് മറ്റുള്ളവരുടെ നമസ്കാരത്തെ കുറിച്ച് വിശകലനം ചെയ്യാൻ എളുപ്പമാണ്. അവരെ നോമ്പ് വെച്ചാണ് ഇപ്പൊ എന്തൊക്കെ പോന്റെ പരിപാടി എന്ന് മറ്റുള്ളവനെ വിലയിരുത്താൻ എളുപ്പമാണ്. എന്നാൽ നമ്മുടെ നോമ്പിനെ കുറിച്ച്, ആ നോമ്പിന്റെ ലക്ഷ്യം നേടാൻ പറ്റുന്ന രൂപത്തിലാണോ നമ്മുടെ നോമ്പ് എന്ന് നമ്മുടെ നോമ്പിനെ കുറിച്ച്, നമ്മുടെ നമസ്കാരത്തെ കുറിച്ച്, നമ്മുടെ അമലുകളെ കുറിച്ച് ഒരു സ്വന്തമായ വിശകലനം, ഒരു സെൽഫ് ഇവാലുവേഷൻ ആവശ്യം. അല്ലാഹു തആല പറയുന്നുണ്ട് സൂറത്തുൽ ഹശ്റിൽ, യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ്
വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, വിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, ഓരോരുത്തരും നോക്കണം, പരിശോധിക്കണം. മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കിയത്. നാളെ തിങ്കളാഴ്ച, നാളെ ചൊവ്വാഴ്ച എന്നല്ല, ഈ ലോകം കഴിഞ്ഞ്, ഈ ജീവിതം കഴിഞ്ഞ് വരാനിരിക്കുന്ന ആ ഭാവിയിലേക്ക് എന്താണ് ഓരോരുത്തരും ഒരുക്കിയത് എന്ന് ആലോചിക്കണം. വത്തഖുല്ലാഹ്, പിന്നെയും പറഞ്ഞു അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു ഖബീറാണ്. ഖബീർ എന്ന് പറഞ്ഞാല് അതിസൂക്ഷ്മമായി അറിയുന്നവൻ എന്നാണ്. കേവലം അറിവല്ല, സൂക്ഷ്മമായി വളരെ കൃത്യമായി അറിയുന്നവനാണ് എന്നാണ്. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ നോമ്പിനെ കുറിച്ച് വിശകലനം ചെയ്യാം. നോമ്പ് കൊണ്ട് നേടേണ്ട കാര്യങ്ങൾ നേടിയോ? രാത്രി നമസ്കാരം ഉറക്കൊഴിച്ച് നാം നിർവഹിച്ചു, നേടേണ്ടത് നേടിയോ? എന്തൊക്കെയായിരുന്നു നമ്മുടെ നോമ്പ് കൊണ്ട് നേടേണ്ടിയിരുന്നത്? ഒന്ന്, തഖ്വയുണ്ടാവുക എന്നതാണ്, അല്ലെ? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഈമാനുള്ളവരെ, വിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്തിന്? ഈ നോമ്പിന്റെ പകലിൽ നിങ്ങൾ അനുഭവിക്കുന്ന ദാഹവും വിശപ്പും ക്ഷീണവും കണ്ടിട്ട് അല്ലാഹുക്ക് സന്തോഷിക്കാനാണോ? അല്ല, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീർന്നേക്കാം അതിനു വേണ്ടി എന്നാണ്. എന്താണ് തഖ്വ? അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി. ജീവിതത്തിന്റെ ഏത് തുറയിലാണെങ്കിലും അല്ലാഹുവിന്റെ നിരീക്ഷണ വലയത്തിന്റെ പുറത്തു പോകാൻ സാധിക്കില്ല എന്ന ചിന്തയോടെ അല്ലാഹുവിനെ ഭയന്നുകൊണ്ടുള്ള ജീവിതമാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അല്ലാഹ് ഹറാമാക്കി ഒന്നും ചെയ്യില്ല, അല്ലാഹ് ചെയ്യാൻ പറഞ്ഞ ഒന്നും വിടില്ല. ആ നിലക്ക് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുക. അത് പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ജോലിസ്ഥലത്താണെങ്കിലും യാത്രയിലാണെങ്കിലും ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലാണെങ്കിലും ആ റബ്ബിന്റെ നിരീക്ഷണ വലയത്തിന്റെ പുറത്ത് പോകാൻ കഴിയില്ല എന്ന ബോധത്തോടെ ജീവിക്കാതാണ് തഖ്വ. അത് നോമ്പിലൂടെ നേടിയോ നാം? ലഅല്ലക്കും തത്തഖൂൻ എന്നാണ് അല്ലാഹു പറഞ്ഞത്. നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയത് നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് ആ ഒരു തഖ്വയോടെ ജീവിക്കുന്നവരായി തീർന്നേക്കാം അതിനാണ് എന്നാണ്. എങ്ങനെ നോമ്പിലൂടെ തഖ്വയുണ്ടാകും? ഇപ്പൊ ഇന്ന് നമ്മിൽ പല ആളുകളും കുറെ യാത്ര ചെയ്തിട്ടുണ്ടാവും. സ്വന്തമായി കാറിൽ വന്ന കുറച്ച് ആൾക്കാർ ഇതിണ്ടാവും, അല്ലെ? സ്വാഭാവികമായിട്ട് ഒരു പക്ഷേ നമ്മുടെ കാറിൽ വാട്ടർ ബോട്ടിൽ ഉണ്ടാവാം. ചിലപ്പോൾ നമുക്ക് നല്ല ദാഹമുണ്ട്, സുബഹിന്റെ മുമ്പ് നമ്മൾ കുടിച്ചതാണ് വെള്ളം. സ്വാഭാവികമായിട്ട് ആ വെള്ളം കുടിച്ചത് ഏകദേശം ഒരു 10 മണിവരെയൊക്കെ പിടിച്ചെന്ന്, 10-11 മണിവരെയൊക്കെ പിടിച്ചെന്ന്. ഇപ്പൊ ദാഹം ഉണ്ടാവും, വിശപ്പുണ്ടാവും. എന്നാൽ ആരും കാണാത്ത സ്ഥലത്ത് പോയിട്ട് ആ കാറിന്ന് വാട്ടർ ബോട്ടിലിന്റെ ആ ടോപ്പ് തുറന്നിട്ട് നമ്മൾ കുടിക്കണില്ല. മഗ്രിബ് വരെ നമ്മൾ സഹിക്കാൻ തയ്യാറാണ്. അതുവരെ എനിക്കത് പറ്റൂല, അതെനിക്ക് വിരോധിക്കപ്പെട്ടതാണ്. മഗ്രിബ് വരെ ഹറാമാണ്, കുടിക്കാൻ പറ്റൂല. ഈ നമ്മൾ വൈകുന്നേരം നോമ്പറക്കുന്നതിന് മുമ്പായിട്ട് 6 മണിയൊക്കെ ആകുന്ന സമയത്ത് വീട്ടിലാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ നോമ്പറക്കുള്ള സാധനമൊക്കെ റെഡിയാക്കും. കാരക്ക ഉണ്ട്, അല്ലേ? കാരക്ക സുന്നത്താണ്, വത്തക്ക ഫർദാണ്, അറിയില്ല ആരോ എന്ന മാതിരി വത്തക്ക ഇല്ലാതെ നോമ്പറക്കാനുള്ളൂ. ഏതായിരുന്നാലും അങ്ങനെ കാരക്കയും വത്തക്കയും എടുത്തേക്ക്. അപ്പൊ ആ വത്തക്കൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തേക്കുന്ന സമയത്ത് ഇപ്പൊ നല്ല സീസൺ സമയമാണ്, നല്ല തരിയുള്ള വത്തക്ക ഉണ്ടാവും. അതിന് ആ മുകളിലത്തെ ഭാഗത്ത് എടുത്തിട്ട് നമ്മൾ ഒരു കഷ്ണം വാരിടുന്നില്ലല്ലോ, ആരും കാണാതെ. നമ്മളത് കൈകാര്യം ചെയ്യണത്. ഇത് കഴിഞ്ഞിട്ട് പൈനാപ്പിൾ ഇട്ടേണത്, അതിന്റെ മുന്തിരി കൈ എടുത്തേക്കണത്,
പിന്നെ അപ്പുറത്ത് സമൂസ എടുത്തേക്കണേ ഇതൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഒന്നുപോലും എടുത്ത് കഴിക്കണില്ലല്ലോ, ഒരു മുന്തിരി പോലും എടുത്ത് കഴിക്കണില്ലല്ലോ. എന്തേ? മഗ്‌രിബാവാതെ എനിക്കത് പറ്റൂല, എനിക്കത് വിരോധിക്കപ്പെട്ടതാണ്, പറ്റൂല. ജീവിതത്തിൽ എന്നും വിരോധിക്കപ്പെട്ട കുറെ കാര്യങ്ങളില്ലേ, അതിന് പരിശീലിക്കുക. നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഹറാമായ കാര്യങ്ങളില്ലേ, ഇതുപോലെ വിട്ടു നിൽക്കണം. നല്ല ദാഹമുണ്ടായിട്ട്, നല്ല വിശപ്പുണ്ടായിട്ട്, ആരും കാണാതെ കഴിക്കാൻ സൗകര്യമുണ്ടായിട്ട്, കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ഭക്ഷണവും ഉണ്ടായിട്ട്, അല്ല എനിക്ക് വിരോധിച്ചതാണ്, മഗ്‌രിബ് വരെ എനിക്കത് പറ്റില്ല എന്നല്ല പറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കി നാം വിട്ടുനിന്നിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ നിന്നും ആ അള്ളാഹു വിലക്കിയ കുറെ കാര്യങ്ങളുണ്ട്. തിന്നാൻ പറ്റൂല, കുടിക്കാൻ പറ്റൂല, കാണാൻ പറ്റൂല, കേൾക്കാൻ പറ്റൂല, പറയാൻ പറ്റൂല, ചെയ്യാൻ പറ്റൂല, അങ്ങനെ കുറെ പറ്റാത്ത കാര്യങ്ങൾ. അതിന് വിട്ടു നിൽക്കാൻ ഈ നോമ്പ് നമ്മളെ പഠിപ്പിക്കാൻ. അപ്പൊ ഈ നോമ്പ് കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മുടെ തഖ്വയുടെ ഗ്രാഫ് ഒന്ന് ഉയർന്നിരിക്കണം, മനസ്സൊന്ന് മാറിയിരിക്കണം, ഒന്ന് റിഫ്രഷ് ചെയ്ത ഒരു അവസ്ഥയിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇതേമാതിരി ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോയാൽ ഒന്നും സംഭവിക്കൂല. നമ്മളിവിടുന്ന് ഒരാള് പിന്നെ തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ അവിടുന്ന് എറണാകുളത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഏത് പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വരുന്നത് നോക്കിയിട്ട് നിന്നു. തനിക്ക് കയറേണ്ട ബോഗി ഏതാവും നോക്കിയിട്ട് ആ നമ്പറൊക്കെ നോക്കിയിട്ട് അവിടെ നിന്നു. ഇയാൾ ടിക്കറ്റ് മുടിച്ചവിടെ നിന്നു. വണ്ടി കുറച്ചു നേരം നിർത്തിയിട്ട് വണ്ടിയാണ് പോയി. ഇയാൾ കയറിയില്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ഇയാൾക്ക് കിട്ടുമോ? ഇല്ല. നമ്മൾ റമദാനിൽ കയറിയോ? കയറിയാൽ കിട്ടി. അതല്ല, ഇതിങ്ങനെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കാതെ നിന്നു, ഇതോടെ കഴിഞ്ഞു പോയാൽ എന്താ സംഭവിക്കുക? അവിടെ പോവും, അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടൂല. അപ്പൊ തഖ്വ വർദ്ധിക്കുക എന്നുള്ള ആ ഒരു ഗുണം അത് റമദാൻ കൊണ്ട് നമുക്ക് നേടാൻ സാധിച്ചോ എന്ന് നമ്മൾ നമ്മുടെ നോമ്പിനെ കുറിച്ച് ചിന്തിക്കാം. മറ്റൊരുത്തരം നോമ്പിനെ കുറിച്ചല്ല, നമ്മുടെ നോമ്പിനെ കുറിച്ച് നാം ചിന്തിക്കുക. ഇനി ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, വിലയിരുത്തേണ്ട മറ്റൊരു കാര്യം, നോമ്പിന് ലക്ഷ്യമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സോമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദ അല്ലാഹു വജ്ഹഹു അനിൻ നാരി 70 ഖരീഫ. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരാള് ഒരു നോമ്പ് നോറ്റാൽ, ശ്രദ്ധിക്കണേ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരാള് ഒരു നോമ്പ് നോറ്റാൽ ബഅദ അല്ലാഹു വജ്ഹഹു അനിൻ നാരി 70 ഖരീഫ, അവന്റെ മുഖത്തെ അള്ളാഹു ഒറ്റ നോമ്പ് കൊണ്ട്, ഫർളാവട്ടെ സുന്നത്താവട്ടെ, ഒരു നോമ്പ് കൊണ്ട് 70 വർഷത്തെ യാത്രാ ദൂരം അകറ്റും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വാഹന സൗകര്യങ്ങളില്ല. ഒരു മനുഷ്യൻ നടക്കണ കൂട്ടിയോട് മിനിമം 70 കൊല്ലം ഒരു മനുഷ്യൻ നടന്നാൽ എത്ര ദൂരത്തും? അത്രയും ദൂരം നരകത്തുനിന്ന് ഒരു നോമ്പുകൊണ്ട് അള്ളാഹു അകറ്റുമെങ്കിൽ ഈ 28 നോമ്പുകൊണ്ട് എത്ര കിലോമീറ്ററുകൾ നമ്മൾ നരകത്തിന് അകന്നിട്ടുണ്ടാവും? ഇനി അതിന് മുമ്പ് നോറ്റ നോമ്പ് കൊടുത്തോളി. അതിന് മുമ്പ് ഫർളും സുന്നത്തുമായ നോമ്പുകൾ, ഈ പറഞ്ഞ നോമ്പുകൾ കൊണ്ടൊക്കെ നരകത്തിൽ നിന്ന് എനിക്ക് അകലാൻ സാധിച്ചിട്ടുണ്ടാവില്ലേ എന്ന് നമ്മുടെ നോമ്പിനെ കുറിച്ചുള്ള ഒരു വിശകലനം നമ്മൾ നടത്തുക. എനിക്കത് അകലാൻ സാധിച്ചിട്ടുണ്ടാകുമോ? അകലുമാറ് നല്ല മാറ്റുള്ള നോമ്പാണോ നോറ്റത് എന്ന് നമ്മൾ പരിശോധിക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ദാഹം സഹിക്കുന്നത് വെറുതെയാവരുത്, ഈ വിശപ്പ് സഹിക്കുന്നത് വെറുതെയാവരുത്, ഈ ക്ഷീണം സഹിക്കുന്നത് വെറുതെയാവരുത്. അതാ നരകത്തിന് രക്ഷപ്പെടാനാകണം. നരകത്തിന്റെ ഭീകരത എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ, നരകാഗ്നിയിലെ തീക്കനൽ മനുഷ്യന്റെ കാലിന്റെ ഫി അഹ്മസി ഖദമൈഹി എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അഹ്മസുൽ ഖദം എന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ നിലത്ത് ചവിട്ടുമ്പോ നിലത്ത് തട്ടാത്ത ഈ സൈഡിന്റെ ഭാഗം ഉണ്ടല്ലോ കാലിന്റെ, അതാണ് അഹ്മസ്. അവിടെ നരകാഗ്നിയിലെ കനൽ വെക്കും എന്നാണ്.
ഈ മനുഷ്യന്റെ ശരീരം തിളക്കുമെന്നാണ്. ഈ ലോകത്താണ് എപ്പോഴോ മരിച്ചു, അവിടെ തുമ്മല യമൂത്തു ഫീഹ വല യഹ്യ എന്നാണല്ലോ, മരണമില്ലല്ലോ അവിടെ. അപ്പം ഈ മനുഷ്യൻ അതിശക്തമായ വേദന അനുഭവിക്കുകയാണ്. ആ സമയത്ത് അയാൾ ചോദിക്കുമത്രേ, അള്ളാഹുവേ, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയാണ് എനിക്കുള്ളത് നീ പറഞ്ഞിരുന്നല്ലോ, എന്തിനാണ് ഏറ്റവും വലുത് തന്നത് എന്ന്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ നരകത്ത് നിന്ന് രക്ഷപ്പെടാനാണ് നമ്മളെ നോമ്പ്. അതിന് രക്ഷപ്പെടാൻ ഈ ദാഹം നമ്മൾ സന്തോഷത്തോടെ സഹിക്കുക. ഈ ദാഹത്തിന്റെ കുടിമ, ഈ ഏപ്രിൽ മാസത്തെ ശക്തമായ ചൂട് പുറത്തേക്ക് നോക്കിയാൽ തന്നെ വിയർത്തു പോകും. അമ്മാതിരി ചൂടാണ് അല്ലേ? ശരി, ഈ ചൂടത്ത്, ഈ ശക്തമായ വേനലിൽ നമ്മൾ ഈ നോമ്പ് നോൽക്കുമ്പോ എന്തിനാണ് അല്ലാഹ് ഇങ്ങനെ ഒരു ആരാധന? വെള്ളം കുടിക്കാൻ, ഒരു മുറുക്ക് വെള്ളം കുടിക്കാൻ പറ്റാത്ത, ഒരൽപ്പം ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഒരു ആരാധന എന്തിനാ അല്ലാഹ് വെച്ചത് എന്ന് അല്ലാഹനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ചോദിക്കരുത്, ചിന്തിക്കരുത്. പ്രിയമുള്ളവരെ, ദാഹം കലശലാകുമ്പോ, വിശപ്പ് കലശലാകുമ്പോ, ക്ഷീണം ശക്തമാകുമ്പോ ഓർക്കുക, നാം ആ നരകത്തിന് രക്ഷപ്പെടാനാണ്. അതിന് ഞാൻ ആ നരകം സഹിക്കാൻ കഴിയും. ഇത് മഗ്‌രിബ് വരല്ലേ, ഇത് മഗ്‌രിബ് വരല്ലേ. എത്ര ദാഹം ഉണ്ടായാലും, എത്ര വിശപ്പുണ്ടായാലും, ഇനിയിപ്പോ എത്ര മണിക്കൂർ, കുറച്ച് മണിക്കൂറുകൾ കൂടെ ഉള്ളൂ, അത് സഹിക്കാം. അത് കഴിഞ്ഞാൽ മഗ്‌രിബായി ഇഷ്ടം പോലെ ദാഹം മാറുവോളം വെള്ളം കുടിക്ക, വിശപ്പ് മാറുവോളം ഭക്ഷണം കഴിക്ക. പക്ഷേ ആ നരകാഗ്നിയുടെ ചൂട് സഹിക്കാൻ കഴിയില്ല. മാത്രമല്ല, ആ നരകത്തിൽ ഒരു വിശപ്പുണ്ട്, അവിടെ ഒരു ദാഹമുണ്ട്, സഹിക്കാൻ കഴിയില്ലാതെ. അല്ലാഹു തആല പറഞ്ഞു, ലൈസ ലഹും തുആമുൻ ഇല്ലാ മിൻ ദരീഅ ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ. ആ നരകത്തിൽ മനുഷ്യർക്ക് ലഭിക്കുന്ന ഭക്ഷണത്തിൽ ഒന്നെന്താണെന്നറിയോ? ലരീഅ. ലരീഅ എന്ന് പറഞ്ഞാല് മരുഭൂമിയിലൊക്കെ ഉണ്ടാകുന്ന ഒരു തരം മുൾച്ചെടിയാണ്. ഈ മരുഭൂമിയിൽ ജീവിക്കുന്ന ഒട്ടകം ഒരുവിധം മുൾച്ചെടിയൊക്കെ തിന്നും. കാരണം ഇതിന്റെ വായ ആ നിലക്ക് സെറ്റപ്പ് ആക്കിയിട്ടില്ല. അവക്ക് പോലും തിന്നാൻ പ്രയാസമുള്ള ഒരു തരം ചെടിയാണ് ലരീഅ എന്ന് പറഞ്ഞാൽ. ആ ടൈപ്പ് ഒരു സാധനമാണ് നരകത്തിലെ ഒരു ഭക്ഷണം. ഈ ഭക്ഷണം നമ്മൾ കഴിക്കൽ എന്തിനാ സാധാരണ? പ്രധാനമായി രണ്ട് ഉദ്ദേശമാണ്, പിന്നെ പ്ലസ് ഒന്നും കൂടി ഉണ്ട്. എന്താ? അടിസ്ഥാനപരമായി വിശപ്പ് മാറാൻ. രണ്ടെന്താ? രണ്ട് പോഷണം, ശരീരത്തിന്റെ പോഷണം. ഇതല്ലാത്ത മൂന്നാമത്തൊന്നും ചിലപ്പോൾ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഉണ്ടോ. നമ്മൾ പിന്നെ എന്താണ്, വൈകുന്നേരം നോമ്പല്ലാത്ത സമയത്ത് നമ്മളൊന്നിങ്ങനെ അങ്ങാടിക്ക് ഇറങ്ങി, വിശക്കണമൊന്നുമില്ല, അപ്പോൾ ഒരു ഷവർമ. അതിപ്പോൾ എന്തിനാ? വിശന്നിട്ടാ ആവൂല. അല്ലെങ്കിൽ ഒന്ന് പോഷണം ലേശം കുറവാ, ഇല്ല ഉള്ള ഇങ്ങനെ ഒഴിവാക്കി എഴുതിക്കുകയാണ്. ഉള്ള കൊഴുപ്പൊക്കെ അവിടെ എങ്ങനെ ഒഴിവാക്കണം എന്ന് എഴുതിയിട്ട് മനുഷ്യന്മാർ നടക്കുകയാണ് അല്ലേ? നേരം പോലത്തെ രണ്ട് നടത്താണ്. ചില ആൾക്കാർ വയറ് നിറക്കാൻ വേണ്ടിയുള്ള നടത്താണ്, ചിലർ വയറ് കുറക്കാൻ വേണ്ടിയുള്ള നടത്താണല്ലോ. അപ്പൊ അങ്ങനെ അതൊന്നുമല്ല. പിന്നെന്താ? ഒന്ന് എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്റർടൈൻ ഏതായാലും ഈ സാധനം ചെയ്യാൻ പറ്റൂല. പിന്നെയുള്ള എന്താ? വിശപ്പ് മാറുമോ? ഇല്ല. പോഷണം കിട്ടുമോ? ഇല്ല. അല്ലാഹ് പറയാണ്, ലാ യുസ്മിനു. ആ ഭക്ഷണമുണ്ടല്ലോ, അത് ശരീരത്തിന് പോഷണം നൽകൂല. വലാ യുഗ്നി മിൻ ജൂഅ. വിശപ്പിൽ നിന്നൊരു ആശ്വാസം ഉണ്ടാവുമോ? ഇല്ല. പിന്നെ എന്തിനാ ഈ സാധനം? ഈ രണ്ട് സംഗതി, ഈ രണ്ട് പർപ്പസ് ഭക്ഷണത്തിന്റെ അടിസ്ഥാനപരം അതില്ല. വിശപ്പും മാറാൻ പറ്റൂല, പോഷണം ഉണ്ടാകും. പിന്നെ എന്തിനാ ഈ സാധനം? പ്രിയമുള്ളവരെ, അത് മറ്റൊരു ശിക്ഷയാണ്. അത് മറ്റൊരു ശിക്ഷയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ വിശപ്പ് നമുക്ക് സഹിക്കാൻ കഴിയില്ല. ഇത് നമുക്ക് സഹിക്കാം. ഇത് കുറച്ച് മണിക്കൂറുകളാണ്. ഇത് മഗ്‌രിബായി കഴിഞ്ഞാൽ നമ്മളെ നോമ്പ് നമുക്ക് തുറക്കാം, അവസാനിപ്പിക്കാം, ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാം, വിശപ്പ് മാറ്റും, പോഷണം ഉണ്ടാക്കും, അല്ലേ? ഇതൊക്കെ ഉണ്ടാവും. എന്നാൽ ആ നരകത്തിലെ ഭക്ഷണത്തിന്റെ സ്ഥിതി അങ്ങനെയാണ് എന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട്, പ്രിയമുള്ളവരെ, അതിന് രക്ഷപ്പെടാനാണ് ഈ നോമ്പ്. അത് നമ്മൾ ഈ നോമ്പ് കൊണ്ട് നമുക്ക് നിറവേറ്റാൻ സാധിച്ചോ എന്നൊരു ചിന്ത ഈ സമയത്തുണ്ടാകുന്നത് നല്ലതാണ്. അതുപോലെ നരകത്തിൽ ഒരു ദാഹമുണ്ട്. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹ് പറയുന്നുണ്ടല്ലോ, വഇയസ്തഗീഥു യുഗാഥു ബിമാഇൻ കൽമുഹൽ യശ്വിൽ വുജൂഹ് ബിഇസശ് ശറാബ് വസാഅത് മുർതഫഖാ. എന്താണ്?
ആ നരകത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന അതിശക്തമായ ചൂടിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യർ ദാഹത്തിന്റെ പാരമ്യത കാരണം വെള്ളത്തിന് സഹായം ചോദിക്കും. ആ വെള്ളത്തിന് സഹായം ചോദിക്കുമ്പോ അവർക്ക് കുടിക്കാൻ ലഭിക്കുന്ന ദാഹം അകറ്റാൻ കിട്ടുന്ന വെള്ളം എന്താണെന്നറിയോ? കൽ മുഹൽ, ഒരു വെള്ളമാണ്. മുഹില് പോലുള്ള ഒരു വെള്ളം. മുഹിൽ എന്ന് പറഞ്ഞാല് ഈ ഇരുമ്പ് പോലത്തെ ലോഹങ്ങൾ ഉണ്ടല്ലോ, അത് ശക്തമായി ചൂട് കാരണം ഇങ്ങനെ ഒഴുകുന്ന ഒരവസ്ഥ ആലോചിച്ചു, ലിക്വിഡായിട്ട് ഇങ്ങനെ ഒഴുകുന്ന രംഗം ആലോചിച്ചു. ആ നിലക്കുള്ള ഒരു തരം വെള്ളമാണ്. കുടിക്കാൻ കഴിയുമോ? അത് ഇല്ല. അല്ല പറയാണ്, അത് കുടിക്കാൻ വേണ്ടി വായിലേക്ക് കൊണ്ടുപോയാൽ മുഖങ്ങളെ കരിച്ചു കളയും. എന്നിട്ട് അല്ല തന്നെ പറയാ, എത്ര മോശം വെള്ളമാണത്, എത്ര മോശം വിശ്രമ സ്ഥലമാണ് നരകം. പ്രിയമുള്ളവരെ, ആ നരകത്തിൽ നിന്നാണ് നമുക്ക് രക്ഷപ്പെടേണ്ടത്. ആ ദാഹം സഹിക്കാൻ കഴിയൂല. ഈ ദാഹം നമുക്ക് സഹിക്കാം. ഇത് മഗ്‌രിബ് വരെ ഇവിടെ സഹിക്കണ്ടുള്ളൂ. മഗ്‌രിബായാൽ കാരൊക്കെ നിന്നിട്ട് പിന്നെ ഇഷ്ടം പോലെ വെള്ളമോ ജ്യൂസോ എന്താ കുടിക്കാം. നമുക്ക് ദാഹം തീർന്നിട്ട് പിന്നെയും കുടിക്കാണ് അല്ലേ? അത്താഴത്തിന് നമ്മൾ നോമ്പ് നോക്കാനുള്ള സമയത്ത് നമ്മൾ എന്താ ഭക്ഷണം വെച്ചാൽ കഴിയണമാതിരി നേരത്തെ ആ നേരത്തല്ല കഴിക്കാൻ കഴിഞ്ഞോളന്നില്ല. എന്നാൽ എന്തെങ്കിലുമൊക്കെ ആ ബറക്കത്ത് കിട്ടാൻ വേണ്ടി കഴിച്ചിട്ട് വെള്ളം കുടിക്കും. ഒന്നുകൂടി ഏറെ വെള്ളം കുടിച്ചു നോക്കും, മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ട്. അതൊരു 8-9 മണിയാകുമ്പോൾ മൂത്രമൊഴിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? എന്നാലും ദാഹം മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്ട്രാ ഒരു റിസർവ്ക്ക് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, നരകത്തിലെ വെള്ളം അങ്ങനല്ല. അത് ദാഹം അകറ്റാൻ പര്യാപ്തമല്ല. നേരത്തെ പറഞ്ഞ പോലെ അത് ശിക്ഷയുടെ മറ്റൊരു രൂപമാണ്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും ഒരൊറ്റ ദിവസത്തെ നോമ്പ് കൊണ്ട് അകലും. എത്ര? 70 വർഷത്തെ യാത്രാ ദൂരം. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഒന്നതാണ്, അല്ലാഹ് ആ നിലയ്ക്ക് നമ്മൾ ആ ലക്ഷ്യം നിറവേറ്റാൻ പറ്റൂലേ നമ്മുടെ നോമ്പ്? ഇനി റയ്യാൻ എന്നൊരു കവാടമുണ്ട് സ്വർഗത്തിന്, അറിയാലോ നമുക്ക്. ആ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗപ്രവേശം എന്നത് നോമ്പുകാർക്ക് മാത്രമുള്ള ഒരു പ്രത്യേക പരിഗണനയാണ്. ശ്രദ്ധിക്കുക, റയ്യാൻ എന്ന് പറഞ്ഞാൽ ദാഹം ശമിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം. എന്തായാലും പ്രത്യേകത അറിയോ? ആ ഡോറിലൂടെ സ്വർഗത്തിൽ കടന്നാൽ അവിടെ നിന്ന് വെള്ളം കുടിക്കുമെന്നും പിന്നെ അവർക്ക് ദാഹം എന്ന സംഗതി ഉണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ആർക്കാണത്? ഇവിടെ ദാഹം സഹിച്ച് നോമ്പ് പറ്റുന്നവർക്ക് അല്ലാഹ് അവിടെ ദാഹം ഇല്ല എന്നുള്ള സമ്മാനമാണ് കൊടുക്കുന്നത്. അതിനുള്ള യോഗ്യത നമ്മുടെ നോമ്പിനുണ്ടാവൂലേ? നമ്മൾ ആലോചിക്കുക, അതിന്റെ യോഗ്യത നമ്മുടെ നോമ്പിനുണ്ടാവൂലേ? നേരത്തെ പറഞ്ഞ പോലെ അല്ലാഹു ദുആ ചെയ്യുക, അല്ലാഹുവേ ആ നിലക്ക് നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. ഇനി നോമ്പ് കൊണ്ട് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടോ? പെടുമോ? ആ രൂപത്തിലാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ സ്വമ റമളാൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമളാനിന്റെ പകലുകളിൽ വിശ്വാസത്തോടെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ആര് നോമ്പ് നോൽക്കുന്നുവോ അവരുടെ കഴിഞ്ഞുപോയ പാപങ്ങൾ അവർക്ക് പൊറുക്കപ്പെടും. ശ്രദ്ധിക്കുക, മൻ സ്വമ റമളാന, റമളാനിൽ ആര് നോമ്പ് നോൽക്കുന്നോ, ഈമാനൻ വിശ്വാസത്തോടെ, വഹ്തിസാബൻ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട്. രണ്ട് സംഗതിയാണ്. ഈമാനോടെ ഇഹ്തിസാബോടെ ആര് നോമ്പ് നോൽക്കുന്നുവോ ആ മനുഷ്യന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ അവന് പൊറുക്കപ്പെടും. പക്ഷെ രണ്ട് നിബന്ധന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഒന്ന് വിശ്വാസം ഉണ്ടാവണം, മറ്റൊന്ന് പ്രതിഫലം പ്രതീക്ഷിക്കണം. വിശ്വാസമില്ലാതെ നോമ്പ് എന്നല്ല ഒരു അമലും സ്വീകരിക്കൂല. ഒരു മനുഷ്യനിൽ ശിർക്ക് വന്നാണ്ടല്ലോ, ഒരു കർമ്മവും ഒരു 100 വയസ്സ് വരെ മനുഷ്യൻ ജീവിച്ചു വിചാരിച്ചോളി. എന്നിട്ട് അയാൾ കുറേ ചെയ്തു. ശിർക്കുണ്ടെങ്കിൽ ശിർക്കെന്ന മാരക വിഷം കാരണം ഇതിൻ്റെ ഒക്കെ മൂല്യം നഷ്ടപ്പെടും, ഒന്നും സ്വീകരിക്കൂല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞില്ലേ, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയെ, താങ്കൾക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്, താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ
പ്രവാചകന്മാർക്കും വഹി നൽകപ്പെട്ടിട്ടുണ്ട്. ലഇൻ അശ്റക്ത, നിങ്ങൾ അല്ലാഹുവിൽ ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക, നിങ്ങളുടെ അമല് നഷ്ടപ്പെട്ടു പോകും നബിയെ. ശിർക്ക് ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്ക് ചെയ്തിട്ടല്ല, ശിർക്കിന് എത്ര ഗൗരവമുണ്ടെന്ന് ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ ചെയ്താലോ നിസ്കാരം അല്ലാഹു സ്വീകരിക്കോ? നോമ്പ് സ്വീകരിക്കോ? ഏതെങ്കിലും അമൽ സ്വീകരിക്കോ? ഇല്ല. നമ്മുടെ ഉമ്മത്തിന്റെ കഥ ആലോചിച്ചാൽ സങ്കടമാണ് കൂട്ടരെ, സങ്കടമാണ്. ഈ റമദാനിൽ പോയി, ഇന്നിപ്പോൾ 28ആണല്ലോ, റമദാൻ 17-ന് നമ്മുടെ നാട്ടില് ബദരീങ്ങളെ പേരിൽ ബദരീങ്ങളെ ആണ്ട്, ബദർ ദിനം, ബദർ സ്മൃതി, ഇങ്ങനെ പല പേരും പറഞ്ഞിട്ട് ചില പരിപാടി നടക്കും. എന്താണ്? ഹിജ്റ 2 റമദാൻ 17-നാണ് ബദർ യുദ്ധം നടന്നത്. ഹിജ്റ 2 റമദാൻ 17-നാണ് ബദർ യുദ്ധം നടന്നത്. ഈ ബദർ യുദ്ധത്തില് ഷഹീദായ ശുഹദാക്കൾ അല്ലെങ്കിൽ ഈ മൊത്തം പങ്കെടുത്തവർക്കാണ് ബദരീങ്ങൾ എന്ന് പറയാം. ഈ ബദരീങ്ങളെ പേരിൽ ഒരു ആചാരം ആണ്ടെന്നോ ഇനി ബദർ ദിനെന്നോ എന്തോ പറഞ്ഞിട്ട് റമദാൻ 17-ന് 16-നും 18-നും ഇല്ലാത്ത എന്തെങ്കിലും ഒരു പ്രത്യേക പരിപാടി ദീനുൽ ഇസ്ലാമിൽ ഇല്ല. ഉണ്ടെങ്കിൽ റസൂലുള്ളാഹി വിട്ടുപോവോ? ഹിജ്റ 2-ലാണ് യുദ്ധം നടന്നത്. റസൂലുള്ളാഹി വഫാത്താണ് ഹിജ്റ 11 റബീഉൽ അവ്വൽ 12-നാണ്. അത്രയും ദീർഘമായ കൊല്ലം ഈ ബദറിന്റെ ശേഷം റസൂലുള്ളാഹി ജീവിച്ചില്ലേ, ബദരികളുടെ നേതാവായ റസൂലുള്ളാഹി. എന്നിട്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും 3-ലോ 4-ലോ 5-ലോ 6-ലോ അങ്ങനെ വഫാത്താണ്ടിടയ്ക്ക് ഏതെങ്കിലും ഒരു കൊല്ലം റമദാൻ 17-ന് 16-നോ 18-നോ ഇല്ലാത്ത പ്രത്യേകിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്തോ? ഇല്ല. നമ്മുടെ നാട്ടിൽ നോക്കിങ്ങള് നമുക്ക് ഓർമ്മച്ച കാലം, നമ്മളെ പള്ളിയല്ല പറഞ്ഞത്, അല്ലാത്ത നമ്മുടെ സഹോദരങ്ങൾ, നമുക്ക് ഓർമ്മച്ച കാലം മുതൽ ഏതെങ്കിലും റമദാൻ 17-ന് ഇങ്ങനത്തെ പരിപാടി ഇല്ലാത്തതുണ്ടോ? വ്യത്യാസം നോക്കിയാൽ നിങ്ങൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 2-ലാണ് യുദ്ധം നടന്നത്, 11-ലാണ് അവിടുന്ന് വഫാത്താണത്. അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞു പോയ റമദാൻ 17-ൽ ഒന്നിൽ പോലും എന്തെങ്കിലും ഒരു ആചാരം ചെയ്തിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും റമദാൻ 17-ന് അങ്ങനെ പ്രത്യേക ആചാരം ഇല്ലാതെ കടന്നു പോകുന്നുണ്ടോ? ഇന്ന് ആലോചിച്ചു നോക്കൂ, എന്തൊരു വല്ലാത്ത വിരോധാഭാസമാണ്. ഇനി അന്ന് നടന്നൊരു സംഗതി എന്താ പറയുക? ബദർ ശുഹദാക്കളെ വിളിച്ചാണ്ട് ഇസ്തിഗാസ ചെയ്യുക, അവരെ വിളിച്ചോണ്ട് പ്രാർത്ഥിക്കുക, ബദർ മാലിയും ബദർ മൗലിദ് ചൊല്ലിയിട്ട്. അല്ലാതെ പള്ളിന്ന് പോലും പള്ളികളെല്ലാം അല്ലാഹുള്ളതാ, അവന്റെ കൂടെ മറ്റാരോടും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞതാ. നോക്ക് നിങ്ങൾ, എന്നിട്ട് പള്ളിയിൽ ഇരുന്നിട്ടാണ് ബദർ ശുഹദാക്കൾ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊരു ഉമ്മ, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ഉമ്മ വീട്ടില് മുറ്റങ്ങനെ അടിച്ചു തരികയാണ്, 2 or 3 വയസ്സുള്ള കുട്ടീൻ്റെ അവിടെ കളിച്ചെടുക്കണേ. അപ്പോ ആ വീട്ടിന്റെ ആ മുറ്റത്തെ തന്നെ ഒരു തെങ്ങുണ്ടെന്ന് വിചാരിച്ചോ. തെങ്ങ് ചതിക്കൂല എന്നാ പഴമക്കാർ പറയാ, ചിലപ്പോ ചതക്കും അല്ലെ. ഏതായിരുന്നാലും ഒരു തേങ്ങ ഈ കുട്ടിന്റെ അടുത്തേക്കാണ് വീണു. ഇത് കണ്ടിട്ട് ഉമ്മ ബദരീങ്ങളെ എന്റെ കുട്ടി എന്നൊരൊറ്റ വിളി. തേങ്ങ തെറിച്ച് അങ്ങോട്ടും പോയി, കുട്ടി പാഞ്ഞ് ഇങ്ങോട്ടും പോയി. ഉമ്മാന്റെ മനസ്സിലെന്താണ്? ഔ, ബദരീങ്ങൾ സഹായിച്ചു എന്നാണ്. ഇപ്പൊ കുറച്ച് മാറ്റം വന്നിട്ട് ചില മുസ്ലിയാക്കന്മാർക്ക് അങ്ങനെ ബദരീങ്ങൾ സഹായിച്ചു എന്ന് പറഞ്ഞാൽ അത് അദബ് കേടാണ്. അവിടെ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് മാറിക്കോളും. അല്ലാഹ് സഹായിച്ചു ബദരീങ്ങൾ മുഖേന എന്ന് പറഞ്ഞാൽ മതി. ബദരീങ്ങൾ സഹായിച്ചു എന്ന് പറയുന്നത് നല്ലതല്ല, ഒരു അദബ് കേടാണ്. ഇൻഷാ അല്ലാഹ് പ്രതീക്ഷ ഉണ്ട്, നമുക്ക് ശരിയായിക്കോളും. അപ്പൊ ഏതായിരുന്നാലും അങ്ങനെ ഈ തേങ്ങ അങ്ങോട്ടും പോയി, കുട്ടി ഇങ്ങോട്ടും പാഞ്ഞു പോയി. എന്നാൽ ഈ തേങ്ങ വീഴുന്നതിനേക്കാളും വലിയ പ്രതിസന്ധിയായിരുന്നു ബദരീങ്ങൾക്ക് ശത്രുക്കളെ കണ്ടുമുട്ടേണ്ടി വന്ന രംഗം. ബദർ യുദ്ധം എന്ന് പറഞ്ഞാൽ അവിടെ മുസ്ലിങ്ങൾ വന്നത് യുദ്ധത്തിന് വേണ്ടിയല്ല, ഒരു യുദ്ധത്തിലേക്ക് എടുത്തെറിയപ്പെട്ടതാ. ആയുധം ഉണ്ടായിരുന്നില്ല അവരെ കൂടെ. മറുകക്ഷിയോ അബൂജഹലും ടീമോ ഇവരെക്കാളും 3 ഇരട്ടിയുണ്ട്. അവർ ആയുധത്തോടെ വന്നവരാണ്, യുദ്ധത്തിന് ഒരുങ്ങി വന്നവരാണ്. ഇവരുമായിട്ട് അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ബദരീങ്ങളുടെ നേതാവ് ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅദ്തനി, അല്ലാഹുമ്മ ആതി മാ വഅദ്തനി, അല്ലാഹുമ്മ ഇൻ തഹ്ലിക് ഹാദിഹിൽ ഉസാബ ഫലാ തുഅബദ് ഫിൽ അർദ്. അല്ലാഹുവേ, നീ സഹായിക്കണേ, നീ തരാമെന്ന് പറഞ്ഞ സഹായം, ആ കരാർ നീ പാലിക്കണേ. ഈ ചെറു സംഘമെങ്ങാനും ഇവിടെ നശിച്ചു പോയാൽ
നീ മാത്രം ആരാധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവില്ല റബ്ബേ, സഹായിക്കണേ എന്ന് പറഞ്ഞ് ഖിബലക്ക് നേരെ തിരിഞ്ഞിട്ട് മുട്ടുകുത്തി നിന്ന് കൈകൾ രണ്ടും മേൽപോട്ട് ഉയർത്തിയിട്ട് കരഞ്ഞു കലങ്ങിയ ചുവന്നു തുടുത്ത കണ്ണുകളുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാൻ. ആരോട്? ബദരീങ്ങളെ നേതാവ് ദ്വാരക്കാണ്. ആരോട്? അല്ലാഹുവിനോട്. അല്ലാഹുവിനോട്. നമ്മുടെ നാട്ടിലോ ഈ തേങ്ങ വീണ പ്രശ്നം വന്നാൽ ബദരീങ്ങളോട്, അതിലും വലിയ പ്രശ്നം വന്നപ്പോൾ ബദരീങ്ങളെ നേതാവ് ദ്വാരുന്നത് അല്ലാഹുവിനോട്. നമ്മൾ പറഞ്ഞ് ഓല് ദ്വാരുന്ന പോലെ അല്ലാഹുവിനോട് ദ്വാരക്കണം. ഖുർആൻ പറഞ്ഞു, ഇദ് തസ്തഗീഥൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം. ആരോട്? അല്ലാഹുവിനോട്. ബദരീങ്ങളെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം. ആരോടാണ് ബദരീങ്ങൾ ദ്വാരുന്നത്? അല്ലാഹുവിനോട്. ഇസ്തിഗാസ ചെയ്തത് അല്ലാഹുവിനോട്. എന്നിട്ട് നമ്മുടെ നാട്ടില് കുട്ടിന്റെ അടുത്തേക്ക് തേങ്ങാണ്ട് വീഴാണ്, ഉമ്മ വിളിക്കാണ് ബദരീങ്ങളെ. അതിനേക്കാളും വലിയ പ്രതിസന്ധി ബദരീങ്ങൾ ദ്വാരുന്നത് അല്ലാഹുവിനോട്. നമ്മൾ പറഞ്ഞത്, ബദരീങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾ? ബദരീങ്ങളോട് ആദരവുണ്ടോ, സ്നേഹമുണ്ടോ? ഉണ്ടെങ്കിൽ അവർ ദുആ ചെയ്ത പോലെ, അവർ ഇസ്തിഗാസ ചെയ്ത പോലെ ആ അല്ലാഹുവിനോട് ചെയ്യൂ എന്നാണ്. ഇല്ലെങ്കിൽ ശിർക്കാണ്. ശിർക്ക് ചെയ്താൽ ആ മനുഷ്യന്റെ ഒരു കർമ്മവും അല്ലാഹു സ്വീകരിക്കില്ല. മൻ സോമ റമളാന ഈമാനൻ, ഈമാനോടെ നോമ്പ് നോറ്റാൽ എന്നാണ്. രണ്ടാമത്തത് ഇഹ്തിസാബൻ എന്നാണ്. പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നോൽക്കണം. നോമ്പിന് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നോൽക്കണം. അപ്പോഴേ അതിന്റെ ബെനിഫിറ്റ് ഉള്ളൂ. നോമ്പ് കൊണ്ടൊരു പക്ഷേ ശാരീരികമായി വേറെ കുറെ ഗുണങ്ങൾ ഉണ്ടാവും. അപ്പൊ നോമ്പിന് മുമ്പ് കുറച്ച് വെയിറ്റ് ഉണ്ടായിരുന്ന ആൾക്കാർ ഒരു 3, 4, 5 കിലോ ഒക്കെ ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും. ചിലവരിട്ടോ, ചിലർ കൂടി ഉണ്ടാവും, ചിലത് കൂടി ഉണ്ടാവും. അജയ് നോമ്പറക്കലേക്കാണ്. നല്ലവർക്കാണെങ്കിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നോമ്പിന് മുമ്പ് ഇങ്ങനെ കണ്ടോ, എന്താ ആകെ തടിക കൂടികളോ, നോമ്പല്ല വരുന്നൊക്കെ ശരിയാക്കാന്ന് പറയും. ആ ശരിയാക്കലാകരുത് നോമ്പിന്റെ ലക്ഷ്യം. കുറഞ്ഞാൽ ഓക്കെ, കുറയാം, അള്ളാഹിന്റെ ഒരു ഫദൽ എന്ന് പറയാം. തടി കുറക്കലോ വെയിറ്റ് കുറക്കലോ അതുപോലെ തന്നെ വയറ് കുറക്കലോ ഇതൊന്നുമല്ല നോമ്പിന് ലക്ഷ്യം. കുറഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ല, അള്ളാഹ് തരുന്ന ഒറ്റ ഫദൽ കൂട്ടിയാൽ മതി. ലക്ഷ്യം എന്താണ്? ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അങ്ങനെ ഇഹ്തിസാബൻ, പ്രതിഫലം ഇച്ഛയോടെ, പ്രതിഫലം കിട്ടണം എന്ന നോമ്പിന് എന്ന ആഗ്രഹത്തോടെ നോമ്പ് നോൽക്കുന്നുവെങ്കിൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ അവന് പൊറുക്കപ്പെടും. ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, എന്റെ നോമ്പ് കൊണ്ട് എന്റെ പാപങ്ങൾ പൊറുക്കപ്പെടൂലേ, പൊറുക്കപ്പെടാൻ യോഗ്യമായതല്ലേ എന്റെ നോമ്പ് എന്നൊരു ആലോചന. അതാണ് സ്വന്തമായൊരു വിശകലനം. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സിയാമു വൽ ഖുർആൻ യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. നോമ്പും ഖുർആനും ഒരു മനുഷ്യന് നാളെ പരലോകത്ത് ശഫാഅത്ത് പറയും വിശ്വാസിക്ക്. എന്നിട്ടോ എന്താണ് നോമ്പ് പറയുന്നത്? അയ റബ്ബി, റബ്ബേ മനഅതുഹു തുആമ വശഹവാതി ബിന്നഹാർ. നോമ്പ് പറയും, അല്ലാഹുവേ ഈ മനുഷ്യന്റെ അന്നപാനീയങ്ങൾക്കും താല്പര്യങ്ങൾക്കുമൊക്കെ ഞാൻ വിഘാതമായിരുന്നു, എന്നെ അനുഷ്ഠിക്കായിരുന്നു ആ മനുഷ്യൻ. അതുകൊണ്ട് ഫശഫിഅനി ഫീഹി, അയാൾക്ക് വേണ്ടി ഞാൻ നടത്തുന്ന ഈ ശഫാഅത്ത് നീ സ്വീകരിക്കണേ അല്ലാഹ് നോമ്പ് പറയും. ഖുർആൻ പറയും, അല്ലാഹുവേ മനഅതുഹു നൗമ ബില്ലൈൽ, രാത്രിയിൽ ഈ മനുഷ്യന്റെ ഉറക്കിന് ഞാൻ തടസ്സമായിരുന്നു, ഉറക്കൊഴിച്ചയാൾ എന്നെ പാരായണം ചെയ്യായിരുന്നു. ഫശഫിഅനി ഫീഹി, അയാൾക്ക് വേണ്ടി ഞാൻ നടത്തുന്ന ഈ ശഫാഅത്ത് നീ സ്വീകരിക്കണേ അല്ലാഹ് എന്ന് ഖുർആൻ പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫയുശഫഅൻ, ആ രണ്ടിന്റെ ഈ ശഫാഅത്ത് സ്വീകരിക്കപ്പെടും. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, വൈകിയ വേളയിൽ നമ്മൾ ആലോചിക്കേണ്ടത്, എന്റെ നോമ്പ് എനിക്ക് റെക്കമെൻഡ് പറയുമാറ് യോഗ്യമല്ലേ എന്നാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പോ എന്തൊക്കെയായി? അള്ളാഹു ഈ അവസരം തന്നതിന് നമ്മൾ ശുക്ർ ചെയ്യണം. മറ്റൊന്ന്, നമ്മുടെ ഈ നോമ്പും നിസ്കാരവും മറ്റു അമലും അള്ളാഹു സ്വീകരിക്കാൻ നമ്മൾ ദുആ ചെയ്യണം. മറ്റൊന്ന്, സ്വന്തമായ ഒരു വിശകലനം നമ്മൾ നടത്തുക. അവനാന്റെ നോമ്പിനെ കുറിച്ച് അവനെ നടത്തുക, അവനാന്റെ രാത്രി നിസ്കാരത്തെ പറ്റി അവനാ നടത്തുക. ഇനി അടുത്തൊരു നാലാമത്തൊരു പോയിന്റ്, പ്രിയമുള്ളവരെ, നമ്മുടെ കർമ്മങ്ങൾ സേഫായിട്ട് ഉണ്ടാകണം. അവിടെ നല്ല ലോക്കറിൽ വെക്കണം. നമ്മൾ ഇവിടുത്തെ ലോക്കറല്ല, നല്ല ലോക്കറിൽ വെക്കണം. ആരും കൊള്ളടിച്ച് കൊണ്ടുപോകരുത്. അതങ്ങനെ പറയാൻ കാരണം,
ചെയ്ത അമൽ അവിടെ ഉണ്ടാവണം. അത് നഷ്ടപ്പെടുന്ന ജാതി അമൽ നമ്മുടെ ഉണ്ടായി. അതിൽ ഒന്ന് ശിർക്ക, നേരത്തെ പറഞ്ഞില്ലേ, അത് ഉണ്ടായിരുന്നു. പിന്നെ നല്ല നെയ്യത്തുണ്ടാവണം, എന്നാലേ അത് അവിടെ ഭദ്രമായിട്ട് സേഫായിട്ട് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ ഉണ്ടാവില്ല. പരലോകത്തെ 3 മനുഷ്യന്മാരെ ഹിസാബ് ചെയ്യുന്ന രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ഒന്ന് ആരാ അറിയോ? ഒന്ന് അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധത്തിൽ ഷഹീദായ ആളാണ്. അപ്പൊ അല്ലാഹു തആല ഇവനെ കൊണ്ടുവരും. ഇവൻ ആൾക്കാരുടെ ഇടയിൽ ഇപ്പോൾ മരിച്ചപ്പോൾ വലിയ ഷഹീദായി അറിയപ്പെട്ട ആളാണ്. ഇയാളുടെ മരണശേഷം ആൾക്കാർ വലിയ ഷഹീദായിരുന്നു, അങ്ങോട്ടായിരുന്നു, ഇങ്ങോട്ടായിരുന്നു വലിയ അഭിപ്രായം പറഞ്ഞാൽ ഇവൻ അല്ലാഹ് പരലോകത്ത് കൊണ്ടുവരും. കൊണ്ടുവന്നിട്ട് അല്ലാഹ് ചോദിക്കും, ഞാൻ നിനക്ക് ഇന്ന അനുഗ്രഹങ്ങളൊക്കെ തന്നിരുന്നല്ലോ, നീ എന്താ നീ എന്താണ് അതിൽ ചെയ്തത് എന്ന്. അപ്പൊ ഈ മനുഷ്യൻ പറയും, അല്ലാഹുവേ, പഠിച്ചോനെ, ഞാൻ നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഷഹീദായ ആളാണ് ഞാൻ. ആ സമയത്ത് അല്ലാഹ് പറയും, കള്ളമാണ് നീ പറഞ്ഞത്, നീ യുദ്ധം ചെയ്തു, ശരിയാണ്. എന്തിന്? നിന്നെക്കുറിച്ച് ആളുകൾ ജരീ എന്ന് പറയണം, ഒരു നല്ല ധീരനാണ്, വീരനാണ്, ശൂരനാണ് എന്ന ആൾക്കാർ പറയാൻ വേണ്ടിയല്ലായിരുന്നു. അതൊക്കെ നീ മരിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞു വലിയ ആളായിരുന്നു. അത് ഫഖദ് ഖീല, അത് പറയപ്പെട്ടിട്ടുണ്ടോ, ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യന്റെ മുഖം നിലത്ത് കുത്തി വലിച്ചടച്ചു കൊണ്ടുപോയി നരകത്തിൽ എറിയും. എന്താ അങ്ങനെ കൊണ്ടുപോകണമല്ലോ? ഇവ ഇവിടെ നല്ല ക്ലീൻ ഇമേജ് നടന്ന ആളാണ്, അവൻ്റെ ഇമേജ് അവിടെ തകർക്കുകയാണ്. മുഖം നിലത്ത് കുത്തിയിട്ട് അപമാനിച്ചുകൊണ്ടാണ് കൊണ്ടുപോയി നരകത്ത് കയറിയത്. രണ്ടാമത്തെ ആരറിയോ? ഒരു ആലിമാണ്, ഒരു പണ്ഡിതനാണ്. അയാളോട് ചോദിക്കും, അല്ലാഹ് നിനക്ക് ഇന്ന അനുഗ്രഹങ്ങൾ തന്നിരുന്നല്ലോ, നീ എന്താ ചെയ്തത്? ഈ മനുഷ്യൻ പറയും, അല്ലാഹുവേ, തഅല്ലംതുൽ ഇൽമ വഅല്ലംതുഹു വഖറഅതു ഫീകൽ ഖുർആൻ. അല്ലാഹുവേ, ഞാൻ ഇൽമ പഠിപ്പിച്ചു, നിന്റെ മാർഗത്തിൽ ഖുർആൻ ഓതിയിട്ടുണ്ട്, അങ്ങനെ എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാഹ് പറയും, നുണേ പറഞ്ഞേ, നീ പഠിച്ചതും പഠിപ്പിച്ചൊക്കെ എന്തിനറിയോ? നിന്നെ പറ്റി ഒരു ആലിമെന്ന് പറയണം, നീ നല്ല കാര്യമാണെന്ന് പറയണം. അതിനായിരുന്നു നീ മരിച്ചപ്പോൾ അതൊക്കെ പറഞ്ഞു ആൾക്കാർ. ഫഖദ് ഖീല, വലിയ ആലിമായിരുന്നു, എന്തോ ഒരു ഇൽമായിരുന്നു, എന്തോ ഒരു പ്രഭാഷണമായിരുന്നു, എന്തോ ഒരു ഖിറാഅത്തായിരുന്നു, അങ്ങനെയൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇവിടെ കഴിഞ്ഞു, അവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ്റെയും മുഖം നിലത്ത് കുത്തി അപമാനിച്ചുകൊണ്ട് നരകത്തിലെറിയും. അല്ലാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. മൂന്നാമത്തത് ഒരു ധർമ്മിഷ്ഠനാണ്. അള്ളാഹിന്റെ മാർഗത്തിൽ ഈ കുറേ സമ്പത്ത് അല്ലാഹ് കൊടുത്തിട്ട് അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിച്ച മനുഷ്യൻ എന്ന് അവകാശപ്പെടുന്ന ആളാണ്. അല്ലാഹ് ചോദിക്കും, നിനക്കൊക്കെ നീ അങ്ങനെ തന്നല്ലോ, നീ എന്താ അതിൽ ചെയ്തത്? ഈ മനുഷ്യൻ പറയും, അല്ലാഹുവേ, മാ തറക്തു സബീലൻ തുഹിബ്ബു അൻ യുൻഫഖ ഫീ ഇല്ല അൻ യുൻഫഖ ഫീഹാ ഇല്ലാ അൻഫഖ്തു ഫീഹാ ലക്. അല്ലാഹുവേ, നീ സമ്പത്ത് ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഏതൊക്കെ രംഗമുണ്ടോ ആ രംഗത്തൊക്കെ ഞാൻ സമ്പത്ത് ചെലവഴിച്ചിട്ടുണ്ട്. കുറെ കൊടുത്താൾ തന്നെയാണ്. അപ്പൊ അല്ലാഹ് പറയും, കദബ്ത, കള്ളമാണ് പറഞ്ഞത്. നീ കൊടുത്തെന്തിനായിരുന്നു അറിയോ? നിന്നെപ്പറ്റി ജവാദ് എന്ന ആളുകൾ പറയണം, നല്ല ഔദാര്യവാനാണ്, പാവങ്ങളുടെ അത്താണിയാണ്, പാവങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളാണ് എന്നൊക്കെ നിന്നെപ്പറ്റി ആളുകൾ പറയാനായിരുന്നു നീ ചെയ്തത്. അതൊക്കെ ഈ മരിച്ചപ്പോ എന്തെല്ലാം ആൾക്കാർ പറഞ്ഞത്, അതൊക്കെ അവിടെ കഴിഞ്ഞു. ഇവിടെ ഒന്നുമില്ലാണ്ട് നേരത്തെ പറഞ്ഞ പോലെ മുഖം നിലത്ത് കുത്തി വലിച്ചയച്ചു കൊണ്ടുപോയി നരകത്തിൽ. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. പറഞ്ഞത് നെയ്യത്ത് നന്നാഞ്ഞാൽ നമ്മുടെ അമൽ വൃദ്ധമാവും. ഇപ്പൊ തറാവീസ്കാരത്തിന് പങ്കെടുക്കുമ്പോൾ അല്ലേ, തറാവീസ്കാരത്തിന് മഹത്വം എന്താണ്? നമ്മൾ ഇമാമിൻ്റെ കൂടെ ജമാഅത്തായിട്ട് ഇമാമ് പിരീണെ വരെ നിസ്കരിച്ചാൽ, ഇമാമിൻ്റെ ഒപ്പം ഇമാമ് അവസാനിപ്പിക്കണ വരെ നിസ്കരിച്ചാൽ അയാൾ രാത്രി മുഴുവൻ നിസ്കരിച്ച പ്രതിഫലമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചിലക്കാരൻ്റെ ഇടയ്ക്ക് പോലെ ഉണ്ടല്ലോ, കംപ്ലീറ്റ് ചെയ്താൽ രാത്രി കംപ്ലീറ്റ് നിസ്കരിച്ച അതേ ആ കൂലി ആയിട്ടാണ്. അപ്പൊ നോക്കൂ നമ്മൾ പ്രിയമുള്ളവരെ, ആ നിസ്കാരത്തിന്റെ ലക്ഷ്യം എന്താണോ അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അതിന്റെ ലക്ഷ്യം പാപം പുറത്ത് കിട്ടാനാണ്. നമുക്ക് ഈ പകലത്തെ നോമ്പിന്റെ ക്ഷീണം കൂടുതൽ എഫക്ട് ചെയ്യുക രാത്രിയിലാണ് അല്ലേ? അപ്പൊ നമ്മൾ ചിന്തിക്കൽ നിസ്കാരം തന്നെ കഴിഞ്ഞിട്ടാ മതി എന്നാണോ? ഓ, ഒന്ന് കഴിഞ്ഞിട്ടാ മതി എന്ന് ചിന്തിക്കരുത്.
ഞാൻ പ്രയാസമുണ്ട്, നിൽക്കാൻ പ്രയാസമുണ്ട്, എന്നാലും നിസ്കരിക്കുന്നത് എൻ്റെ അവശേഷിക്കുന്ന പാപങ്ങളും എൻ്റെ റബ്ബെനിക്ക് പുറത്തു തരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സന്തോഷത്തോടെ ഞാൻ നിസ്കരിക്കുന്നു. അങ്ങനെയാണ് നോമ്പ്. അങ്ങനെ തന്നെ. ഇനിയിപ്പം ചിലപ്പോൾ നാളും കൂടി ഉണ്ടാവുള്ളൂ, ഔ കഴിഞ്ഞല്ലോ എന്നാകരുതേ. ഓരോ ദിവസവും നേരം വെളുത്ത് അല്ലെങ്കിൽ അത്താഴത്തിലേക്ക് ഇനിയിപ്പോൾ എത്ര ഉണ്ട്, ഔ ഇനിത്രയുള്ളൂ. കൗണ്ട് ഡൗൺ ചെയ്ത് ഇനിയിപ്പോൾ നാളും കൂടി ഉണ്ടാവുള്ളൂ, മാസം കാണും ഇക്കാരം അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി, അടുത്ത കൊല്ലം നമുക്ക് ഈ അവസരം ഉണ്ടോ, നമ്മൾ ആർക്കും വല്ല ഉറപ്പുണ്ടോ? അതുകൊണ്ട് ചെയ്യുന്ന അമലുകൾ ആത്മാർത്ഥമായി ചെയ്യുക, മനസ്സറിഞ്ഞ് ചെയ്യുക. ഇല്ലെങ്കിൽ നഷ്ടാട്ടോ, ഒരു ബെനിഫിറ്റും ഉണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ ഉണ്ടല്ലോ, രാവിലെ നമുക്ക് യാത്ര പോകണം, ഏതേ ഭാഗത്തേക്ക് പോകണം. അപ്പോൾ നോക്കുമ്പോൾ മൊബൈൽ ചാർജ് എത്ര 10% ഉള്ളൂ. വേഗം കുത്തിച്ച് കണ്ട് നമ്മൾ കുളിയും ഭക്ഷണവും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു മണിക്കൂറായി നമ്മൾ ഇറങ്ങാൻ നോക്കുമ്പം ഫോൺ എടുത്ത് നോക്കുമ്പോൾ 5%. നേരത്തെ എത്ര ഇനി 10. അപ്പോൾ സംഭവം എന്താ, സ്വിച്ച് ഇട്ടില്ല, ആ തിരക്കിൽ കുത്തിച്ചാണ് പാഞ്ഞാണ് എന്ന മാതിരി സ്വിച്ച് ഇടാതെ പല നിസ്കാരം. നിസ്കാരം നടക്കുന്നുണ്ട്, എന്നിട്ട് എന്തേ എഫക്റ്റ് നമ്മൾ കിട്ടുന്നുണ്ടോ? നോമ്പോ നമുക്ക് നോക്കിയിട്ടുണ്ട്, എന്താ എഫക്റ്റ് ബാക്കിയായത് എന്തേ? സ്വിച്ച് ഇടണം. സ്വിച്ച് ഇടാനാൽ അല്ലായിട്ടുള്ള കണക്ഷൻ ഉണ്ടാക്കുക, ഇല്ലെങ്കിൽ വെറുതെ പോകും, കാര്യം കിട്ടില്ല. അപ്പം നീയത്ത് നന്നാണ്. ഇനി ഞാൻ പറഞ്ഞ നമ്മൾ അമൽ അവിടെ സേഫായിട്ട് ലോക്കറിൽ ഉണ്ടാവണം, പരലോകത്ത് അതിനാണ് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാവണം. അതേപോലെ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒന്നെന്താ അറിയോ, നമ്മൾ മറ്റു മനുഷ്യരുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർക്കുക. പ്രത്യേകിച്ച് സാമ്പത്തികം, വാക്ക് ഇല്ലെങ്കിൽ നമ്മൾ ഇതാണ് കൊടുക്കേണ്ടി വരും. ശരിക്കും ആലോചിച്ചോളൂ കേട്ടോ. നമ്മൾ ഈ കൊല്ലത്തൊക്കെ നോമ്പേ വേറെ ആർക്കും കൊടുത്താൽ അതിൻ്റെ നഷ്ടം ആലോചിച്ച് നോക്കി. ഈ ചൂടത്തുള്ള നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതദ്റൂന മൽ മുഫ്ലിസ്, ആരാണ് മുഫ്ലിസ്? നിങ്ങൾക്ക് അറിയോ? മുഫ്ലിസ് പറഞ്ഞാൽ പാപ്പറായവൻ. പൊതുവെ പാപ്പറായവൻ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളും കോടികളൊക്കെ ബിസിനസ്സൊക്കെ ഇറക്കിയിട്ട് അവിടെ പൊട്ടിയ മനുഷ്യനെ പറ്റി അല്ലാത്ത മനുഷ്യൻ പാപ്പറായിപ്പോയി അറിയില്ലേ? ആരെങ്ങൾക്ക് അറിയോന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് പറഞ്ഞ നബിയെ, ഒരു ചില്ലിക്കാശും ഇല്ലാത്തവരെ ഞങ്ങൾ കൊടുത്ത് പാപ്പർ. റസൂലുള്ളാഹി പറഞ്ഞു, എന്നാലേ എൻ്റെ ഉമ്മത്തിൽ മുഫ്ലിസ് അതല്ല. ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിലെ മുഫ്ലിസ് ഒരാളാണ്. ആരാണ്? യഅതി യൗമൽ ഖിയാമ ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്ത്. ഒരു മനുഷ്യനാണ്, അയാൾ പരലോകത്ത് വരും, നിസ്കാരം ഉണ്ടാവും അയാൾ അക്കൗണ്ടിൽ, നോമ്പുണ്ടാവും, സക്കാത്ത് ഉണ്ടാവും, 3 പറഞ്ഞു, ഇതുപോലത്തെ അമലുണ്ടാവും എന്നർത്ഥം. ഇങ്ങനത്തെ അമലൊക്കെ ആയിട്ട് അയാൾ പരലോകത്ത് വരും. അതോടൊപ്പം വേറെ ചെയ്ത അക്കൗണ്ടിൽ എന്താ അറിയോ, വഖദ് വയഅതി ഖദ് ശതമ ഹാദാ വഖദഫ ഹാദാ വഅകല മാല ഹാദാ വളറബ ഹാദാ വസഫക ദമ ഹാദാ. അതോടൊപ്പം ഈ മനുഷ്യൻ എന്ത് ചെയ്തിട്ടുണ്ടെന്നറിയോ, വേറൊരാളെ കുറ്റം പറഞ്ഞു, വേറൊരാളെ പറ്റി ദുരാരോപണം പറഞ്ഞു, വേറൊരാളെ സമ്പത്ത് അന്യായമായിട്ട് എടുത്തു, വേറൊരാളെ ഉപദ്രവിച്ചു, രക്തം ചിന്തി, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുമായിട്ടാണ് വരുന്നത്. നമ്മൾ മനസ്സിലാക്കുക, ചിലപ്പോൾ ആദർശപരമായ സംസാരം ഉണ്ടാവും ദഅവത്തിന്റെ ഭാഗമായിട്ട്. അത് വ്യക്തിയെ അല്ല, മറിച്ച് ആദർശത്തെയാണ് ചോദ്യം. അത് ഇതിൽ പറ്റില്ല കേട്ടോ, അത് മനസ്സിലാക്കുക. അപ്പോ ഈ നിലക്ക് കുറെ ഇബാദാത്തും അമലുകളുമായിട്ട് ഇയാൾ വരുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് എന്താ ഉള്ളത്? വേറെ ഈ ദോഷങ്ങളൊക്കെ നോക്കി, ഒരുത്തനെ ചീത്ത പറഞ്ഞു, ദുരാരോപണം നടത്തി, സമ്പത്ത് അന്യായമായിട്ട് എടുത്തു. ഈ പറഞ്ഞൊക്കെ എന്താണ്? വേറെ മനുഷ്യരുമായി ബന്ധപ്പെട്ട തെറ്റാണ്. തെറ്റ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നമ്മൾ അള്ളാഹു നേരിട്ടുള്ളത്, അത് നമ്മൾ അള്ളാഹോട് പറഞ്ഞാൽ അള്ളാഹ് പുറത്തു വരും, ചിലത് പറയാതെയും പുറത്തു വരും. ഷിർക്ക് പൊറുക്കണമെങ്കിൽ അള്ളാഹോട് പറയുക തന്നെ വേണം. എന്നാൽ രണ്ടാമത്തെ ടൈപ്പ് എന്താ? വേറെ മനുഷ്യരുമായി ബന്ധപ്പെട്ട തെറ്റ്. ഇപ്പൊ ഇവിടെ അങ്ങാടിയിൽ, കോട്ടക്കൽ അങ്ങാടി വെച്ചാണ്ട് ഒരാൾ വേറെ ആളെ വെറുതെ കുറണ്ട് നിസ്സാര സംഗതികൾ ചീത്താറ്, അപ്പത്തെ ചൂടിലാൻ പറഞ്ഞതാണ്. പിന്നെ ഇയാൾ പെരിയിൽ പോയിക്കാണ്ട് ഇങ്ങനെ, അത്ര ഞാൻ പറയണ്ടില്ല, അതിനത്ര ഇപ്പം ഉണ്ടായി, ഞാൻ ഉണ്ടല്ലോ ചിലപ്പോൾ അത്ര ഞാൻ പറഞ്ഞു ചെയ്ത്, എത്ര പറയാൻ മാത്രം ഇപ്പം ഉണ്ടായിനെ പഠിച്ചോനെ എനിക്ക് പുറത്തുണ്ടാന്ന് പറഞ്ഞാൽ പുറത്തില്ല. അയാളോട് പറയണം, ഫോൺ ചെയ്യാം, ഉടനെ ഫോൺ എടുത്തിട്ട് നമ്പർ ഉണ്ടെങ്കിൽ വിളിക്കുക, ഞാൻ അപ്പത്തെ ചൂടിൽ പറഞ്ഞോയതാണ്, നിങ്ങൾ മാപ്പാക്കണം, മനസ്സിൽ വെക്കലിട്ടോ എന്ന് പറയാം. എന്നിട്ട് ദുആ ചെയ്യുക അല്ലാണ്ട് എന്നാ പുറത്തു വരും. ഇല്ലെങ്കിലോ അവിടുന്ന് അത് വീട്ടേണ്ടി വരും. അതുപോലെ സമ്പത്ത് എടുത്തുണ്ടാവും. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും സർക്കാർ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഉള്ള ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവും. ചില മനുഷ്യന്മാരൊക്കെ അതെന്താ,
സർക്കാർ ആ ആളെ അവിടെ ആ പോസ്റ്റിൽ അപ്പോയിൻമെന്റ് ചെയ്തതിന് ആ ഡ്യൂട്ടി ചെയ്യാനാണ്. എന്നിട്ട് ആ ഡ്യൂട്ടി ചെയ്യണമെങ്കിൽ ഒപ്പിടണമെങ്കിൽ കൈക്കൂലി കിട്ടണം. അപ്പോൾ വിജിലൻസിന്റെ കണ്ണ് പെടാൻ പറ്റില്ല, CCTV പെടാൻ പറ്റില്ല. അപ്പം അതിന് വേറെ കുറേ വായൊപ്പിച്ചിട്ട് ഇത് ഏതാണ് അള്ളാന്റെ നിരീക്ഷണ വൃത്തത്തിന്റെ പുറത്ത് പോകാൻ കഴിയൂല. ഹലാലല്ല ആ സാധനം. ചില ആൾക്കാരുണ്ടല്ലോ ഒരു 20, 30, 32 കൊല്ലം സർവീസിൽ നിന്നിട്ട് അങ്ങനെ വിരമിച്ചിട്ട് ഇപ്പം ഇങ്ങനെ ആലോചിക്കണ്ട, പഠിച്ച റബ്ബേ ഹലാലല്ലാത്ത മുതൽ കുറെ വായി, ഇതെങ്ങനെ ഇയാൾ കിട്ടുക? ഒന്ന് ആലോചിച്ചു. ഇത് എങ്ങനെ ഇവിടെ ആരോടൊക്കെ വാങ്ങിയാനറിയോ? എത്ര വാങ്ങിയതിന് കണക്കുണ്ടാവോ? ഇതെങ്ങനെ വീട്ട മനുഷ്യൻ? അതേപോലെ ചിലർക്ക് ഗൾഫിലൊക്കെ ഉണ്ട്, അറബിനെ പറ്റിച്ചേണ്ടേ എന്ത് ചെയ്യും? ഞാൻ 100 റിയാൽ എടുത്തിട്ടോ പറയും മലയാളത്തിൽ. പറയാൻ പറഞ്ഞും ചെയ്ത് 100 റിയാൽ എടുത്തിട്ടോ. ഇങ്ങനെ എത്ര റിയാൽ പറ്റിച്ചിട്ട് ഇതൊക്കെ എങ്ങനെ തിരിച്ചു കൊടുക്കുക? ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. അതുപോലെ ഈ അതിര് തിരക്കണ കുറേ കേസുണ്ട്. അതിര് തിരക്കണേ, അതിലിങ്ങനെ ഇങ്ങനെ ഉള്ളത് ഒരു ചാൺ അപ്പുറത്തേക്ക് പിടിച്ചിട്ടാണ് കിട്ടും. അപ്പുറത്തെ സാധുക്കൾ ചിലപ്പോൾ അറിഞ്ഞിട്ടോ അറിയാതെ ഉണ്ടാകുന്നുണ്ടോ, ഈ പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ കാട്ടണാര് കാട്ടട്ടെ. ഇതൊക്കെ എന്താ ചെയ്യാനോ? അല്ല നമ്മളെ അമൽ നടത്തി കൊടുക്കുക. അവിടെ നമ്മൾ അതിരിന് പകരം ഈ സ്ഥലമല്ല, മണ്ണല്ല, ഭൂമിയല്ല കൊടുക്കുക, ആ കറൻസി അല്ല അവിടെ കൊടുക്കുക, റിയാലല്ല അവിടെ കൊടുക്കുക, നമ്മളെ അമല കൊടുക്കുക. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പാപ്പറായിപ്പോ എങ്ങനെ അറിയോ? ഈ ഓരോരുത്തർക്കും ഇവനവന്റെ ഹസനാത്ത് എടുത്ത് കൊടുക്കും. ഏത്? ഈ നോറ്റ നോമ്പില്ലേ, നിസ്കരിച്ച നിസ്കാരല്ലേ, ഖുർആൻ ഓതിയില്ലേ, സ്വതക്ക ചെയ്തില്ലേ, ഈ ഓരോരോ അമലും എടുത്തെടുത്തെടുത്ത് ആർക്കൊക്കെയാണ് കൊടുക്കാനുള്ളത് അവർക്ക് കൊടുക്കും. കൊടുത്തിവന്റെ അമലങ്ങ് തീർന്നാൽ ഇനിയും കിട്ടേണ്ട ആൾക്കാർ ബാക്കിയാണെങ്കിൽ അവരുടെ തിന്മകൾ അള്ളാഹു ഇവന്റെ അക്കൗണ്ടിലേക്ക് മാറ്റും. എന്നിട്ട് ഇപ്പൊ നരകത്ത് പോവും, ഓരോ സ്വർഗത്തിൽ. അല്ല കാക്കട്ടെ. ഞാൻ പറഞ്ഞു നമ്മളത് ഭദ്രമായിട്ട് ലോക്കറിലാക്കിയാലേ, നല്ല ലോക്കറിലാക്കിയാലേ നമ്മൾ അമൽ അവിടെ സേഫായിട്ട് ഉണ്ടാണെന്ന് ഉറപ്പുവരുത്തിയാൽ. മറ്റേത് ഈ നോമ്പും നിസ്കാരവും നമ്മൾ ഖുർആൻ ഓതുന്നതും സ്വതക്കയൊക്കെ നഷ്ടപ്പെട്ട് അതിന്റെ കൂലി വേറെ ആൾക്കാർക്കാ പോവുക. ശരി, അപ്പൊ ഈ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു ചിന്ത അതാണ്, നമ്മുടെ അമൽ സേഫായിട്ട് അവിടെ ഉണ്ടാകും എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഇനി ഒരു കാര്യം കൂടെ എന്താണെന്നറിയോ? റമളാനിന്റെ ശേഷം എന്തെങ്കിലുമൊക്കെ ബാക്കിയാകണം. ഈ റമളാൻ നമുക്ക് ചില സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ട് എന്നൊരു ബോധം ഉണ്ടാകുമാറ് നമുക്ക് എന്ത് ചെയ്യണം? ഒരു ശേഷിപ്പ് ഉണ്ടാകണം. അതെങ്ങനെ ഉണ്ടാവും? ഇപ്പോ ഈ റമളാനിൽ നമ്മൾ കുറെ ചിട്ടയിൽ ജീവിച്ചു അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ മഗ്‌രിബിന് 6 മണിയാകുന്ന സമയത്ത് വൈകുന്നേരം നമ്മൾ ഈ പറഞ്ഞ ഫ്രൂട്ട്സും സാധനമൊക്കെ എടുത്തു വെക്കുന്നു. നമ്മൾ അതിനൊരു കഷ്ണം പോലും എടുക്കുന്നില്ല, തിന്നണില്ല. മഗ്‌രിബ് വരെ വെയിറ്റ് ചെയ്യും. കാരണം നമുക്ക് പറ്റൂല. ഇതുപോലെ പ്രിയമുള്ളൊരു നോമ്പണ് കഴിഞ്ഞാലും ജീവിതത്തിൽ എന്നും ഹറാമായ കുറെ കാര്യങ്ങളുണ്ട്. ഇത് വിട്ടുന്ന നമ്മൾ അതും വിട്ടുക്കാൻ തയ്യാറാണ്. അത് നമുക്ക് ശേഷിപ്പാണ്. റമളാൻ നമുക്ക് നൽകുന്ന ചില ബാക്കികളാണ്. അതുപോലെ ഖുർആൻ നമ്മൾ കുറെ ഓതിയില്ലേ, അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രിയമുള്ളവരെ, ആ ഖുർആൻ പാരായണം നമ്മൾ കുറെ നടത്തി. ആ നടത്തിയതിന്റെ പ്രതിഫലം കിട്ടണം അല്ലേ? അതോടൊപ്പം റമളാൻ കഴിഞ്ഞാലും ചില ആൾക്കാരെങ്കിലും റമളാനാണ് കഴിഞ്ഞും ഖുർആൻ പൂട്ടിച്ചിഞ്ഞ് അടുത്ത റമളാൻ എടുക്കും. കുറെ ശോധ നമ്മളെ അള്ളാന്റെ കിതാബ് ഒരു ഹർഫ് ഓതിയാൽ മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, അള്ളാന്റെ കിതാബിന്ന് ഒരു ഹർഫ് ഒരാൾ പാരായണം ചെയ്താൽ ഫലഹു ബിഹി ഹസന, അതിനവന് ഒരു ഹസനത്തുണ്ട്. വൽ ഹസനതു ബിഅശ്രി അംസാലിഹ, ആ ഒരു ഹസനത്ത് ഉണ്ടല്ലോ അത് 10 ഇരട്ടിയായിട്ടാണ്. അപ്പോൾ ഒരു അക്ഷരത്തിന് 10 കൂലിയാണ്. എന്നിട്ട് പറഞ്ഞു അലിഫ് ലാം മീം എന്നത് ഒരു അക്ഷരമല്ല, 3 അക്ഷരമാണ്. അപ്പോൾ ഒരു പേജ് ഓതിയാൽ റമളാൻ അല്ലാത്തപ്പോൾ ഉണ്ട്, റമളാനിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. റമളാൻ അല്ലാത്തപ്പോൾ ഈ കൂലി ഉണ്ടല്ലോ, 1ന് 10 എന്നുള്ള കൂലി, അത് നമ്മൾ കുറച്ച് ഇങ്ങനെ കഴിയുന്നിടത്തോളം ഖുർആനുമായി ബന്ധമുണ്ടാക്കുക. അതുപോലെ സ്വതക്ക, നമ്മൾ എത്രയോ സ്വതക്ക ചെയ്തിട്ടുണ്ടായി, ചെറുതും വലുതായിട്ട്. സാമ്പത്തികയുടെ കപ്പാസിറ്റി കൂടുതലുള്ള ആൾക്കാർ അതിനനുസരിച്ച്, കുറഞ്ഞ ആൾക്കാർ അതിനനുസരിച്ച്. ഒരു ഉറുപ്പിയും കൊടുക്കാത്തവരുണ്ടോ? ഇനി പിരിവുണ്ടെന്ന് ഇവിടെ പിരിവാണ്, കൈക്കൂടെ ഇറങ്ങി, അവിടെയാണ് ഇതിൽ കൂടെ ഇറങ്ങി. ഇങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ
എവിടുക്ക ഈ മുങ്ങല്? രണ്ട് എന്നല്ല പറഞ്ഞത്, എവിടുക്ക നമ്മൾ ഈ മുങ്ങണേ? ഇള്ളയെന്ന് കൊടുക്കി. മഹാന്മാരായ സ്വഹാബത്തിന്റെ ചരിത്രം, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, ഈ ആയത്തിറങ്ങി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് ചെലവഴിക്കണവരെ നിങ്ങൾക്ക് ബിർറ് നേടാൻ, പുണ്യം നേടാൻ കഴിയൂല എന്ന് ആയത്തിറങ്ങി. മഹാനായ സ്വഹാബി അബൂ തുൽഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹം നല്ല ഈന്തപ്പന കൃഷിയുള്ള നല്ല തോട്ടം, കുറേ തോട്ടമുള്ള സ്വഹാബിയായിരുന്നു, നല്ല സമ്പന്നനായിരുന്നു. അദ്ദേഹത്തിന്റെ ആ മദീനത്തെ പള്ളിന്റെ നേരെ മുമ്പിലുള്ള ഒരു തോട്ടമുണ്ട്, ബൈറുഹ എന്നതിന്റെ പേര്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട കൊടുക്കണം, എന്നാലേ ബിർറ് കിട്ടുള്ളൂ എന്നല്ലേ. ഇദ്ദേഹം നേരെ ഈ ആയത്തിന് ഇറങ്ങി കേട്ട ഉടനെ റസൂലുള്ളാഹി വന്ന് പറഞ്ഞു, റസൂൽ എങ്ങനെ ആയത്തുണ്ടല്ലോ, ഇതാ ഈ തോട്ടം അത് സ്വദഖത്തുൻ ലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഞാൻ സ്വദഖയാണ്. എന്നിട്ട് പറഞ്ഞു അർജു ബിർറഹാ വദുഖ്റഹാ ഇൻദല്ലാഹ്, അതിന്റെ ബിർറും ദുഖ്റും, അതിന്റെ പുണ്യവും അതിന്റെ നിക്ഷേപവും അള്ളാഹുവിന്റെ അരികിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. റസൂലേ, നിങ്ങൾക്ക് എങ്ങനെയാണോ അള്ളാഹു പറഞ്ഞ ആ നിലക്കിൽ ചെലവഴിച്ചളിയുന്നത്. റസൂൽ പറഞ്ഞു, അബൂ തുൽഹ വല്ലാത്ത ലാഭമുള്ള പരിപാടിയാണല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട പാവങ്ങളായ ചില ആൾക്കാർക്ക് ചോദിച്ചു. ഞാൻ പറയുന്നത്, നമ്മൾ ഈ റമദാൻ 1 തുടങ്ങിയിട്ടുണ്ടാവും, എന്നും പിരിവുണ്ട്, ചിലപ്പോൾ അസറിനും വരും, അതിൽ കുറേ ഹിന്ദിക്കാരും വരും അല്ലേ. സെൻറ്ററിൽ നിന്ന് കത്തിയിട്ടിട്ട് അഹ്ലദീസിനെ കത്തിട്ടിയാൽ നമ്മൾ സെൻറ്ററിൽ നിന്ന് കത്ത് കൊടുക്കും, കത്തിട്ട് അങ്ങനെ വരും. ഏത് കുഗ്രാമത്തിലും ഒരു എങ്ങനെ കണ്ടെത്തി വരുന്ന അറിയില്ല, ഒരു എത്തുണ്ട് വരുന്നുണ്ട്. എന്നും ഉണ്ടോ? സുബൈക്കുണ്ടനെ എപ്പോൾ തോന്നുന്നുണ്ട്, അസറിനുണ്ട്. ഇങ്ങനെ ആകരുത്. അസറിനുണ്ടല്ലേ, ആയിക്കോട്ടെ കൈനാരി കൊടുക്കുക, അങ്ങനെയൊക്കെ. മഗ്‌രിബിനുണ്ടല്ലേ, ആയിക്കോട്ടെ അങ്ങനെ കൈനാരി കൊടുക്കുക. ഇതൊക്കെ ഉണ്ടാവുള്ളൂ നമുക്ക്, ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ സ്വദഖ എന്ന ഗുണം നമ്മൾ റമദാനിൽ കുറേ നേടി ശേഷവും കഴിയണമാതിരി ചെയ്യാം. അതുപോലെ രാത്രി നിസ്കാരം അല്ലേ, നമ്മൾ രാത്രി നിസ്കരിക്കും തറാവീഹ്. ഈ നമസ്കാരം, ഇത് നമസ്കാരം എന്നുണ്ട്, പേരിൽ ചില വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ഈ ഇശാഇന്റെ സുന്നത്തും ഇശാഇന്റെ സുന്നത്ത് കഴിഞ്ഞ് സുബഹി ബാങ്ക് കൊടുക്കുന്ന ഇടയ്ക്കുള്ള നിസ്കാരമാണ് ഈ നിസ്കാരം. പൊതുവെ ഖിയാമുൽ ലൈൽ എന്ന് പറയും, രാത്രി നിസ്കാരം ആയതുകൊണ്ട്. ഇതെന്നുണ്ട്, ഷഅബാനിലുണ്ട്, റമദാനിലുണ്ട്, ശവ്വാലുണ്ട്, കൊല്ലം മുഴുവനുണ്ട്. പക്ഷേ റമദാനിൽ ജമാഅത്തായും ദീർഘമായും നിസ്കരിക്കുന്ന പ്രത്യേക മഹത്വമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്. അപ്പോൾ നാളെ മാസം കണ്ടപ്പോൾ ജമാഅത്ത് നടക്കൂല, ഇതുകൊണ്ടാണ്. എന്നാൽ നമുക്ക് ഒറ്റ നിസ്കരിക്കാലോ, ഇതെന്നുണ്ട്. അതുകൊണ്ടല്ലേ ആയിഷാബിയോട് ചോദിക്കുന്നത്, കൈഫ കാനത്തു സ്വലാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി റമദാൻ, റമദാനിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം എങ്ങനെയായിരുന്നു ആ ചോദ്യം. ഉത്തരം എന്താ? മാ കാന യസീദു ഫി റമദാന വലാ ഫി ഗൈരിഹി അലാ 11 റക്അ, റമദാനിലോ അല്ലാത്തപ്പോഴോ 11 വർദ്ധിപ്പിച്ചിരുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം റമദാനിലുണ്ട്, അല്ലാത്തപ്പോഴുണ്ട്. പക്ഷെ പേരിൽ വ്യത്യാസമുണ്ട്. തറാവീഹുള്ള പേര് റമദാൻ സ്പെഷ്യലാ, ഖിയാമു റമദാൻ എന്നുള്ളത് റമദാൻ സ്പെഷ്യലാ. റമദാൻ നിസ്കാരം നടത്തത്തിലാണത്. തറാവീഹ് എന്ന് പറഞ്ഞാലോ വിശ്രമങ്ങൾ, കാരണം റമദാനിൽ ദീർഘമായി നിസ്കരിക്കുന്ന മഹത്വം കൂടുതലുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വിശ്രമം എടുത്ത് നിസ്കരിക്കും. അതുകൊണ്ട് വിശ്രമങ്ങളുടെ പേരിൽ അറിയപ്പെട്ടു. അത് പിൽക്കാലത്തുണ്ടായ പേരാണ്. ഇത് പൊതുവെ ഒറ്റയാക്കി നിസ്കരിക്കും. അപ്പൊ ഇതിന് മൊത്തത്തിൽ വിത്തരെന്നും പറയും. ഒരു ഉറക്കം ഉറങ്ങി നിസ്കരിക്കുകയാണെങ്കിൽ എന്താ പറയും? തഹജ്ജുദ് എന്ന് പറയും. രാത്രി നിസ്കരിക്കൊണ്ട് ഖിയാമുൽ ലൈൽ എന്ന് പറയും. സംഗതി ഒക്കെ ഒന്ന് തന്നെ. നമ്മൾ ഈ അരി ഉണ്ടല്ലോ, അരി അത് നമ്മൾ തിളപ്പിച്ച് വെള്ളത്തോടൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കഞ്ഞിയായി, ഊറ്റിയാലോ ചോറായി അല്ലേ. ഇനി കുറച്ച് നല്ല അരി ഇട്ടാണ് നമ്മൾ നെയ്യും ഇതൊക്കെ ഇട്ടാണ് വെച്ചാൽ നെയ്ച്ചോറായി. അതിനടി മസാല ഇട്ടാലോ ബിരിയാണി. മന്തി ഉണ്ടാക്കൽ എനിക്ക് അറിയില്ല കേട്ടോ. ഇതാണ് സംഗതി അരി തന്നെ. അപ്പം അതിൻ്റെ വ്യത്യസ്ത രൂപത്തിലും സ്വഭാവത്തിലും പേരൊന്നും ബേസിക് ആയിട്ട് ഈ സംഗതി ഉള്ളതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം എണ്ണം റക്അത്ത് 11, അതിൻ്റെ അപ്പുറത്തൊക്കെ ഇല്ല. ഞാൻ ഇവിടല്ലേ ഇവിടല്ലേ, അങ്ങനെ അഭിപ്രായമല്ലേ ഇങ്ങനെ അഭിപ്രായമല്ലേ, അതൊന്നുമല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് മാർഗം 11ആണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കാനില്ല. സുന്നത്ത് മാത്രം മാർഗം അതാണല്ലോ. അപ്പോൾ ആ നിലക്ക് 11ആണ്, അതിൻ്റെ അപ്പുറത്തേക്ക് ഇല്ല. ശരി. അപ്പം നമ്മൾ ഈ റമദാൻ കഴിഞ്ഞിട്ടുണ്ട്, എപ്പോൾ നമ്മൾ 11 നിസ്കരിക്കുന്നുണ്ട്. ഈ 11 റമദാൻ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? 11 കഴിയോ എന്നാൽ 11 നിസ്കരിക്കാം. തീരെ ഇല്ലാത്തവർ റമദാൻ കഴിഞ്ഞ പോലെ നിസ്കരിക്കുക, അടുത്ത റമദാനിലേക്കാണ്. അങ്ങനത്തെ ആൾക്കാരോട് ഞാൻ പറയണം, അങ്ങനത്തെ ഉണ്ടെങ്കിൽ മിനിമം ഒരു 3 റക്അത്തെങ്കിലും നമ്മൾ നിസ്കരിച്ചു നോക്കി. ഇനി 11 നിസ്കരിക്കുന്ന ആൾക്കാർ കുറച്ച് 3 ആക്കല്ലേ കേട്ടോ. തീരെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. തീരെ ഇനിയിപ്പോൾ ഈ റമദാൻ കഴിഞ്ഞിട്ട് അടുത്ത റമദാൻ കാണാതെ തറാവീനോട് യാത്ര പറഞ്ഞ് പോവാണ്. ആ ജാതി ടീം ഉണ്ടെങ്കിൽ ഓരോട് ഞാൻ പറയട്ടെ, ഒരു 3എങ്കിലും നമുക്കൊന്ന് ഈ റമദാൻ ഒരു സമ്മാനമായി തരട്ടെ. നമുക്ക് ഇതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ബാക്കി ഉണ്ടാവും.
ഞാൻ അവസാനിപ്പിക്കാൻ. പ്രിയമുള്ളവർ, ഈ നിലക്കുള്ള ചില ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോവുക. പിന്നെ പാപം ബാക്കിയുണ്ടായിരുന്നു, തെറ്റ് ബാക്കിയുണ്ടായിരുന്നു. നമ്മൾ ഒരുപക്ഷെ ഈ റമദാന്റെ തുടക്കത്തിൽ കേട്ട ഹദീസ് ഉണ്ടാവും, ഖുതുബയിലും ക്ലാസ്സിലും ഒക്കെ. എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറാൻ 3 വട്ടം ആമീൻ എന്ന് പറഞ്ഞു. എന്തേ സ്വഹാബത്ത് ചോദിച്ചു, സാധാരണ അങ്ങനെ മിമ്പർ കയറുമ്പോൾ ആമീൻ പറയാറില്ല, എന്തേ റസൂൽ നിങ്ങൾ ആമീൻ പറയാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ അരികിൽ ജിബ്രീൽ വന്നിരുന്നു അലൈഹിസ്സലാം. എന്നിട്ട് 3 ദുആ നടത്തി അള്ളാഹിനോട് എൻ്റെ അടുത്ത് വെച്ചിട്ട്. അതിന് ഞാൻ ആമീൻ പറഞ്ഞതാണ്. അതിലൊന്ന് നമ്മളെ വിഷയം ബന്ധപ്പെട്ട് മാത്രം സമയം നീണ്ടുകൊണ്ട് ഞാൻ പറയാണ്. മൻ അദ്റക റമദാൻ, ഒരാൾക്ക് റമദാനിൽ ജീവിക്കാൻ അവസരം കിട്ടി, ഫലം യുഗ്ഫർ ലഹു, പക്ഷെ അയാൾക്ക് പാപങ്ങൾ പുറത്ത് കിട്ടിയില്ല, ആ മനുഷ്യൻ നന്മയിൽ നിന്ന് അകലട്ടെ. ആരുതായിരുന്നു? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ ആമീൻ എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കുന്ന ജിബ്രീൽ, ആമീൻ പറഞ്ഞ റസൂല്. നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്, നേരിട്ട് കിട്ടുമത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ റമദാനിൽ അവസരം കിട്ടിയ നമുക്കല്ലോ. ഇനി നമ്മൾ ഇവിടുന്ന് ഇപ്പം നാളെ ഒരു പക്ഷേ മിക്കവാറും നാളെ കഴിഞ്ഞാൽ അതിന് ഇറങ്ങുകയാണെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ പാപം പൊറുക്കപ്പെട്ടില്ലെങ്കിൽ ആ പ്രാർത്ഥന നമ്മൾ പെട്ട്. അതുകൊണ്ട് പാപം പൊറുക്കണം. അതിന് അള്ളാഹിനോട് പറയാം. ഈ നിസ്കാരങ്ങൾ കൊണ്ടും നോമ്പുകൊണ്ടൊക്കെ തന്നെ പൊറുക്കും. പുറമെ നമ്മൾ പറയാം, പടച്ച റബ്ബേ പാപം ബാക്കി ഉണ്ടാകരുതേ, പാപം നീ പൊറുക്കണേ റഹ്മാനെ എന്ന് മനസ്സറിഞ്ഞ് പറയും. അള്ളാഹ്ക്ക് അത് ഇഷ്ടമാണ്. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ ആരെങ്കിലും 2 ആൾക്കാർ നമ്മൾ ചൂടായിക്കാൻ വർത്താനം പറഞ്ഞാൽ കുറെ അങ്ങോട്ട് പറഞ്ഞ് ചില പ്രയോഗം മനസ്സിൽ വല്ലാതെ കൊണ്ട് 2 ദിവസമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നടന്ന് 3-ാമത്തെ ദിവസം നല്ലോണം പറഞ്ഞ ആള് പറഞ്ഞ്, ഞാൻ അപ്പത്തെ ചൂടിൽ പറഞ്ഞ് എനിക്ക് മാപ്പാക്കണം, മനസ്സ് വെക്കരുത് കേട്ടോ. ഇയാൾ മാപ്പ് തന്നെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഉണ്ടാവും, എന്നാലും ആ വാക്കിനോട് പറഞ്ഞില്ലടാ എന്നൊരു ചിന്ത ഉണ്ടാവും. അള്ളാഹ്ക്ക് ഉണ്ടാവില്ല. അള്ളാഹുവിനോട് നമ്മൾ നമ്മുടെ തെറ്റേറ്റു പറഞ്ഞാൽ അള്ളാഹ്ക്ക് അത് ഏറെ ഇഷ്ടമാണ്, അള്ളാഹ്ക്ക് സന്തോഷമാണ്, വെറുപ്പല്ല ഉണ്ടാകുക, ഇഷ്ടമാണ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഉപമ. മരുഭൂമിയിലൂടെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ തനിക്ക് കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ആഹാരമൊക്കെ അതിന്റെ പുറത്താണ്. അങ്ങനെ യാത്ര പോവാൻ. അങ്ങനെ അപൂർവമായി കണ്ട ഒരു മരത്തിന്റെ ചുവട്ടിൽ അയാൾ അല്പനേരം തണലേറ്റ് വിശ്രമിക്കുകയാണ്. അവിടെ ആ വാഹനം നിർത്തിയിട്ട് ഇയാൾ ഒന്ന് വിശ്രമിച്ചു. അതിനിടയ്ക്ക് കിടന്നു ഉറങ്ങിപ്പോയി. നമ്മൾ കേട്ട സംഭവമാണ്, ഉദാഹരണമാണ്. റസൂലുള്ളാഹി പറയാണ്, കുറച്ച് കഴിഞ്ഞ് ഇയാൾ ഉണർന്നു നോക്കുമ്പോൾ ആ വാഹനത്തെ കാണുന്നില്ല. ഇവിടെ കോട്ടക്കൽ സ്റ്റാൻഡിലല്ല, ഒരു വണ്ടി പോയി അടുത്ത വണ്ടി പോയി കയറാന്നല്ല. മരുഭൂമി കണ്ടവർക്കറിയാം അതിന്റെ ഭീകരത. എന്ത് ചെയ്തു? അദ്ദേഹം അവിടെ നിരാശനായിട്ട് പിന്നെയും കിടന്നു ഉറങ്ങിപ്പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഉണർന്നപ്പോൾ ആ വാഹനം അതേപോലെ അവിടെ നിൽക്കണ്. അതിൻ്റെ പുറത്ത് ആ വെള്ളമുണ്ട്, ഭക്ഷണമുണ്ട്, എല്ലാം ഉണ്ട്. ഇയാളെ കിട്ട് സന്തോഷം കൊണ്ട് കിട്ട് എന്തൊക്കെയായി. ഇയാൾ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. സ്തുതിക്കുക കൂടെ ഇയാൾ പറഞ്ഞു, അല്ലാഹുമ്മ അൻത അബ്ദീ വ അന റബ്ബുക, അല്ലാഹുവേ നീ എൻ്റെ അടിമയാണ്, ഞാൻ നിന്റെ ഉടമയാണ്. ആണോ? അല്ലാഹുമ്മ അൻത റബ്ബീ വ അന അബ്ദുക എന്ന് പറയേണ്ടിയില്ലേ? ഇയാൾ നേരെ തിരിച്ചു പറഞ്ഞു, സന്തോഷം കൊണ്ട് വാക്ക് തെറ്റിപ്പോയതാണ്. അപ്പോ റസൂലുള്ളാഹി പറയുന്നത്, അല്ലാഹു അശദ്ദു ഫർഹൻ, അള്ളാഹ്ക്ക് ഇതിലേറെ സന്തോഷമാണ് തെറ്റ് ചെയ്ത മനുഷ്യൻ അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങി പറഞ്ഞാൽ ആ ആളോട്. അപ്പൊ നമ്മൾ പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. എന്നാൽ അള്ളാഹ്ക്ക് പേക്കൂല കേട്ടോ, അതേമാതിരി തെറ്റൂല, മറക്കൂല. അതുകൊണ്ട് അള്ളാഹോട് പറയും. എന്നിട്ട് കണ്ണീര് കൊണ്ട് ഇതാ നമുക്ക് കിട്ടാനുള്ള ഈ ദിവസങ്ങളുണ്ടല്ലോ, അത് നമ്മൾ കണ്ണീർ കൊണ്ട് മനസ്സ് കഴുകി വൃത്തിയാക്കാം. ചിലപ്പോൾ ഇന്നത്തെ രാത്രിയായിരിക്കും ഈ റമദാനിലെ നമുക്ക് അവസാനത്തെ രാത്രി. അവസാനത്തെ രാത്രി പല മനുഷ്യരുടെയും ജീവിതത്തിലെ അവസാനത്തെ റമദാൻ. ആരൊക്കെ ഉണ്ടാവും നമുക്കൊന്നും അറിയില്ല. എന്തായാലും കുറേ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ അവസാനത്തെ റമദാൻ ആവൂല ഈ റമദാൻ. അതിൽ അവസാനത്തെ രാത്രിയാകുന്ന ചിലപ്പോൾ. അതുകൊണ്ട് എന്ത് ചെയ്യണം? കണ്ണീര് കൊണ്ട് മനസ്സ് കഴുകി വൃത്തിയാക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാം. നമുക്ക് ഇല്ലായ്മയാണ് പലപ്പോഴും പറയേണ്ടത് അല്ലേ? നമ്മളെ മേലുള്ളവർക്ക് നോക്കും, ഓർക്ക് ഇത്ര സൗകര്യമുണ്ട്, മറ്റൊരെത്ര സമ്പത്തുണ്ട്, ഓനിന്ന വണ്ടിയുണ്ട്, ഓരെത്ര സ്ഥലമുണ്ട്, ഓൻ്റെ വീട് ഇങ്ങനെയാണ്. നമ്മളുടെ ഉള്ളത് നോക്കിയിട്ട് നമ്മളെക്കാൾ താഴെ ലെവലിലേക്ക് നോക്കിയാൽ നമ്മളത് വലുതല്ലേ? അങ്ങനെ നോക്കാനല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അപ്പൊ അള്ളാഹു എത്ര ഇല്ല എന്ന് പറഞ്ഞവനും അള്ളാഹു തന്നിട്ടുണ്ട്. നമ്മുടെ നാലിച്ചു നമ്മുടെ നാവ്. ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് നോമ്പറക്കുമ്പോൾ
കാരക്ക തിന്നുന്നു അല്ലേ, ഫ്രൂട്ട്സ് കഴിക്കുന്നു, എണ്ണക്കടിൻ്റെ ആൾക്കാരാണെങ്കിൽ അത് കഴിക്കുന്നു, ജ്യൂസ് കുടിക്കുന്നു, മറ്റു വെള്ളം കുടിക്കുന്നു, ബിരിയാണിയോ പത്തിരിയോ എന്താ വെച്ചാൽ തിന്നുന്നു. ഇതെല്ലാം ഈ നാവിൽ നോക്കി അതിൻ്റെ ഓരോന്നിൻ്റെ ടേസ്റ്റ് വ്യത്യസ്തമായിട്ട് കിട്ടണില്ലേ? കാരക്കൻ്റെ ടേസ്റ്റ് അല്ലല്ലോ വത്തക്കക്ക്, മുന്തിരിൻ്റെ ടേസ്റ്റ് അല്ലല്ലോ ഓറഞ്ചിന്, വത്തക്ക ജ്യൂസിൻ്റെ ടേസ്റ്റ് അല്ലല്ലോ പൈനാപ്പിൾ ജ്യൂസിന്. ഇത് ഓരോന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് കിട്ടണില്ലേ? ബിരിയാണിൻ്റെ ടേസ്റ്റ് അല്ലല്ലോ പത്തിരിക്ക്. ഇതൊക്കെ അനുഭവിക്കാനുള്ള സംവിധാനം നമ്മുടെ നാവിൽ വെച്ചിട്ടില്ലേ റബ്ബ്? ഇന്ന് നോമ്പറക്കുമ്പോൾ ഈ രസമുകുളങ്ങൾ പ്രവർത്തിക്കാൻ നമ്മൾ എന്താ അന്ന് ചെയ്ത്? നമുക്ക് എന്താ ചെയ്യാനുള്ളത്? അല്ല ഫ്രീ ആയിട്ട് തരല്ലേ, അതിനുള്ള നമ്മൾ എന്താ സമാധാനം പറയാ? ഇന്ന് നേരം വെളുത്ത് ഈ നേരായപ്പോഴേക്ക് നമ്മുടെ ഹൃദയം മിടിച്ചത്, നമ്മുടെ കിഡ്നി പ്രവർത്തിച്ചത്, നമ്മുടെ ശ്വസന സംവിധാനം നടന്നത്, നമ്മുടെ കണ്ണിന്റെ കാഴ്ചയുടെ ആ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം കൂടെ ഒരു ഭാഗത്ത് കൂട്ടി വെച്ചിട്ട് നമ്മൾ പകരം അങ്ങോട്ട് ചെയ്യുന്ന ആലോചിച്ചാൽ പടച്ച റബ്ബേ നമ്മൾ കൊടുക്കുന്ന കമ്മിയല്ലേ എത്രയും നമുക്ക് കിട്ടുന്നത്. റബ്ബേ ഞാൻ എന്താ അതിന് സമാധാനം പറയാന്ന് ആലോചിക്കുമ്പോൾ മനസ്സൊന്ന് പിടക്കും, കണ്ണൊന്ന് നനയും. അങ്ങനെ അല്ലാഹുവിനെ ഓർത്ത് കണ്ണെന്ന് കണ്ണീര് വന്ന മനുഷ്യന് നരകണ്ടാവില്ല, അയാൾക്ക് സ്വർഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൻ യലിജൻ നാര റജുലുൻ ബകാ മിൻ ഖശ്യത്തില്ലാഹ്, അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞ മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കൂല. അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞ മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കൂല. ഹത്താ റസൂലുള്ളാഹി പറയാണ്, ഹത്താ യഊദൽ ലബനു ഇലൽ ളിർ, ഒരു മൃഗത്തിന്റെ അകിട്ടിൽ നിന്ന് പാല് കറന്നെടുത്തിട്ട് ആ പാല് തിരിച്ചകിട്ടിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളത് നടക്കുമോ? ഒരാടിനെ കറന്നിട്ടേ ആ കിട്ടിയ പാല് അകിട്ടിലേക്ക് പ്രവേശിപ്പിക്കൽ നടക്കുമോ? നടക്കൂലല്ലോ. ഇതുപോലെ നടക്കാത്ത കാര്യമാണ് അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞ മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കാൻ. പ്രിയമുള്ളവരെ, ഒരു പക്ഷേ ഇന്ന് നമുക്ക് കിട്ടാൻ പോകുന്ന രാത്രി ഈ റമദാൻ അവസാനത്തെ രാത്രി അയക്കാം. ഒന്ന് ശ്രമിച്ചൂടെ? നമുക്ക് ഉണ്ടാക്കി കരച്ചിലല്ല കേട്ടോ, ആർട്ടിഫിഷ്യൽ അല്ല, അള്ളാഹുവിലേക്ക് നമ്മൾ തിരിയാ. അള്ളാഹ് അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്താൽ മതി, കണ്ണ് നനയും. നോക്കൂ, ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് അള്ളാഹ് ചോദിച്ചാൽ എന്താ പറയാന്ന് ചിന്ത ഉണ്ടായാൽ മതി. അള്ളാഹ് പറയുന്നുണ്ട് എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ചും പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമെന്നാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നൊരു സംഭവമുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശന്നിട്ട് വീട്ടിൽ നിൽക്കാൻ കഴിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി വല്ലതും കിട്ടുമോ നോക്കി പോയതാണ്. കുറച്ചാൾ ചെന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് ഉണ്ട്. അപ്പം എന്തേ ഇതെന്നെ പ്രശ്നം. പിന്നെ കുറച്ചാൾ നടന്നപ്പോണ്ട് ഉമർ ഫാറൂഖ് അതാണ്. മൂന്നാക്കും ഇതേ പ്രശ്നമാണ്. അങ്ങനെ അബുൽ ഹൈസം അൽ അൻസാരി റളിയല്ലാഹു അൻഹു വീട്ടിൽ ചെന്നു. എന്നിട്ട് അദ്ദേഹം ആ സമയത്ത് വീട്ടിലില്ലായിരുന്നു. അല്പനേരം കഴിഞ്ഞ് വന്നു. തനിക്ക് സൽക്കരിക്കാൻ പറ്റിയ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും മുന്തിയ 3 മനുഷ്യന്മാരെ കിട്ടിയത്. ആ സന്തോഷത്താൽ തൻ്റെ തോട്ടത്തിൽ പോയിട്ട് നല്ല ഫ്രഷ് ഈത്തപ്പഴം വെട്ടിയിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് അവരെ കഴിപ്പിക്കുകയാണ്. കഴിച്ചുകൊണ്ടിരിക്കുക സന്തോഷത്തോടെ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതി, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും കേട്ടോ. വായിലിട്ട് ചവച്ച ഈത്തപ്പഴം ഇറക്കാൻ കഴിഞ്ഞില്ല ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്. കരയ അദ്ദേഹം, പടച്ചോനെ ഇതിനു സമാധാനം പറയേണ്ടി വരില്ലേ? നമ്മൾ എത്രയാണ് കഴിച്ചത്? നമ്മളെന്താ സമാധാനം പറയാ? മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നല്ല ധനികനായ സ്വഹാബിയായിരുന്നു. നാട്ടിലെ വലിയ ബിസിനസ്സുകാരനായിരുന്നു. നല്ല സമ്പന്നനായ സ്വഹാബി. അദ്ദേഹത്തിന് മുമ്പിലേക്ക് നല്ല സുഭിക്ഷമായ ഭക്ഷണമെത്തി. അദ്ദേഹം ഇങ്ങനെ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം ചിന്തിച്ചു, ഖുത്തില ഹംസ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ ഷഹീദായി. വകാന ഖൈറൻ മിന്നി, എന്നെക്കാൾ നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം. വഖുത്തില മുസ്അബ് ഇബ്നു ഉമൈർ യുദ്ധത്തിൽ ഷഹീദായി. വകാന ഖൈറൻ മിന്നി, അദ്ദേഹവും എന്നെക്കാൾ നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം പറയാണ്, ഞാനിതാ ഇപ്പോഴും ഷഹീദാകാതെ ബാക്കി, ഞാൻ ഇപ്പോഴും ബാക്കി. എനിക്കിതാ സുഭിക്ഷമായ ഭക്ഷണം, എനിക്കുള്ള, അദ്ദേഹം പറയാ, എനിക്കുള്ള എല്ലാ ഖൈറാത്തും ഇവിടെ തന്നെ കിട്ടുകയാണോ എന്ന് ഞാൻ പേടിക്കുന്നു. സുമ്മ ജഅല യബ്കി, പിന്നെ അദ്ദേഹം കരയാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, നമ്മളെത്ര കഴിച്ചിട്ടുണ്ട്, എത്ര സൗകര്യമുണ്ട്.
അന്ന് ആ സ്വഹാബി ആ കാലഘട്ടത്തിൽ ഇല്ലാത്തത്ര സൗകര്യം നമുക്ക് ഇന്നുണ്ട്. വാർത്താ വിനിമയ രംഗം, നമ്മുടെ യാത്രാ രംഗം, നമ്മുടെ വസ്ത്രം, മറ്റ് സൗകര്യങ്ങൾ, എന്തെല്ലാം, ചികിത്സാരംഗം, എന്തെല്ലാം, ഇതൊക്കെ പലതും ഉപയോഗിക്കുന്നില്ലേ പ്രിയമുള്ളവരെ? അൽഹംദുലില്ലാ എന്ന് പറയാം. അതന്നെ പരിഹാരം. മനസ്സറിഞ്ഞ് പറയാം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അത് തംല ഉൽ മീസാൻ, പരലോകത്തെ മീസാൻ ഉണ്ടല്ലോ, അതിൽ ഖനം ഉണ്ടാക്കും, വെയിറ്റ് ഉണ്ടാക്കും. മനസ്സറിഞ്ഞ് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പരലോകത്ത് മഹ്ശറിൽ അതിശക്തമായ വെയിലേറ്റ് മനുഷ്യന്മാർ കഴിയുന്ന ആ സമയം, അവിടെ 7 വിഭാഗം ആളുകൾക്ക് അർശിന്റെ തണലുണ്ട്. സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. അല്ലാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ വേറെ ഒരു തണലുമില്ലാത്ത ആ ദിവസം 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹുവിന്റെ അർശിന്റെ തണലുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിലൊന്നാരാന്നറിയോ പ്രിയമുള്ളവരെ? വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത് ഐനാഹു. ഒരു മനുഷ്യൻ ഒറ്റയ്ക്കിരുന്ന് അള്ളാഹിനെ കുറിച്ച് ആലോചിച്ചു, അള്ളാഹ് തന്ന നിഅമത്തുകളെ കുറിച്ച് ആലോചിച്ചു, പകരം അങ്ങോട്ട് എന്താ ചെയ്തതെന്ന് ആലോചിച്ചു, കുറവാണല്ലോ എന്ന് മനസ്സിലാക്കി. അങ്ങനെ മനസ്സ് തേങ്ങി കണ്ണിൽ നിന്ന് കണ്ണീര് വന്ന മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യന് അർശിന്റെ തണലുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പോൾ നമ്മൾ ഇനി അവസാനിക്കുന്ന ഈ സമയം അതിനൊക്കെ ഉപയോഗിച്ചിട്ട് കണ്ണീര് കൊണ്ട് മനസ്സൊന്ന് കഴുകി ശുദ്ധിയാക്കിയിട്ട് പെരുന്നാൾ ആഘോഷിക്കാൻ ഇറങ്ങാം. അള്ളാഹുവോട് നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവോട് ദുആ ചെയ്യാം. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ തെറ്റുകൾ, കുറ്റങ്ങൾ അള്ളാഹു നമുക്കെല്ലാം പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.